ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങൾ, ഞാനിന്നലെ നിങ്ങളെ മാതാപിതാക്കളെ എന്ന് വിളിച്ചപ്പോൾ ചില ചേട്ടന്മാർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് അത്രയും പ്രായമൊന്നുമില്ല, അതുകൊണ്ട് സഹോദരങ്ങളെ പറയാം, അതുകൊണ്ട് മാതാപിതാക്കളെ എന്നുള്ളത് ഞാൻ ഉപേക്ഷിച്ച് സഹോദരങ്ങളെ എന്ന്. ഹല്ലേലൂയ. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വീക്കെൻഡ് നിങ്ങളുടെ ജോലി എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയത്ത് കർത്താവിനോടൊത്തായിരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് വളരെ നല്ല ഒരു തീരുമാനം അല്ലേ? സാധാരണഗതിയിൽ ഈ വീക്കെൻഡിൽ രാവിലെ 9 മണിക്ക് ധ്യാനം വെക്കുക എന്ന് പറഞ്ഞാൽ അന്യായമാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു അമേരിക്കക്കാരൻ പയ്യൻ, അവൻ ഫിലാഡൽഫിയക്കാരൻ, ഇന്നെന്തോ അവിചാരിതമായിട്ട് അവനെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവിടെ 9 മണിക്ക് ധ്യാനമാണ്. അവൻ എന്നോട് ചോദിച്ചു, ആർ യു ക്രേസി എന്ന്. എനിക്ക് ഭ്രാന്താണ് ഈ 9 മണിക്ക് ധ്യാനം കൊണ്ടുവയ്ക്കുകയാണ്. വാസ്തവത്തില് നമ്മൾ ഈ സുറിയാനി കത്തോലിക്കർക്ക് ദൈവത്തെ കുറിച്ച് ഭ്രാന്തുള്ളൂ അല്ലേ? ദൈവത്തെ അത്രമേ സ്നേഹിക്കാൻ കൃപ കിട്ടിയവരാണ് നമ്മള്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ ചെന്നാലും സുറിയാനി കത്തോലിക്കർക്ക് വലിയ ദൈവാനുഗ്രഹമുണ്ട് എന്ന് പരമമായ സത്യം. ദൈവം ഇത്രയേറെ സ്നേഹിക്കുകയും തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തി വളർത്തുകയും ചെയ്യുന്ന വേറെ ഏതൊരു സമൂഹമായി ഭൂമിയിലുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു അല്ലേ? ഈ ഓസ്ട്രേലിയയിൽ നിങ്ങൾ എത്തിപ്പെടാൻ കാരണം എന്താ? ദൈവം നിങ്ങളെ സ്നേഹിച്ചു അല്ലേ? അമേരിക്കയിൽ ചെന്നാൽ അവിടെ, ന്യൂസിലാൻഡിൽ ചെന്നാൽ അവിടെ, ഏത് രാജ്യത്ത് ചെന്നാലും നമ്മുടെ വിശ്വാസികളുണ്ട് എന്ന് പറയാൻ ശരിക്കും വിശ്വാസികളായി തന്നെ അവരുണ്ട്. അവരെന്തെങ്കിലും നേടാനും സമ്പാദിക്കാനും വേണ്ടി ഓടിപ്പോയവരല്ല. അവർ ചെന്നിടത്തെല്ലാം തങ്ങളുടെ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യം വഹിക്കുന്നവരാണ് എന്നുള്ള സത്യം നമുക്കറിയാം. വിശ്വാസത്തിന്റെ വലിയ സാക്ഷികളാകാനുള്ള കൃപ നമുക്ക് ലഭിച്ചു. ഞാൻ കഴിഞ്ഞ കൊല്ലം ഫീനിക്സില്, അരിസോണയിലെ ഒരു പള്ളി, അവിടെ ചെന്നപ്പോൾ ഫീനിക്സിലെ മെത്രാൻ അമേരിക്കൻ ബിഷപ്പ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇടയലേഖനത്തിൽ ഒരിക്കൽ അദ്ദേഹം എഴുതിയ ഒരു പാസേജ് അദ്ദേഹം എഴുതി കാണും. അദ്ദേഹത്തിന്റെ പള്ളികളിൽ വായിക്കാൻ അദ്ദേഹം എഴുതി, ഈ അമേരിക്കയിൽ സീറോ മലബാറുകാര് എന്ന പേരിൽ ഒരുതരം കത്തോലിക്കരുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു പള്ളി വെഞ്ചരിപ്പിന്, ഷിക്കാഗോ ഒരു പള്ളി വെഞ്ചരിപ്പിന് പോയിട്ട്, ഞാൻ അവിടെ ചെന്നപ്പോൾ ഇന്നും സജീവമായി ജീവിക്കുന്ന കത്തോലിക്ക വിശ്വാസികളുണ്ട്. അവരില് 400 വീട്ടുകാരുള്ള ഒരു പള്ളിയിൽ ചെന്നാൽ 800 മാതാപിതാക്കളെയും കാണാം, അതുപോലെ അത്രയും അതിന്റെ ഇരട്ടി കുഞ്ഞുങ്ങളെയും കാണാം. അതേസമയം നമ്മുടെ പള്ളികൾ എങ്ങനെയാണ്? അതുകൊണ്ട് അമേരിക്കക്കാരെ, നിങ്ങൾ സീറോ മലബാറുകാരെ കണ്ടു പഠിക്കാൻ, ആ ബിഷപ്പ് വെറുതെ എന്നോട് ഭംഗിവാക്ക് പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ പാസ്റ്ററൽ ലെറ്ററിൽ അദ്ദേഹം എഴുതിയത് എന്നെ എടുത്തു കാണിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും വലിയ ധനമായി മാതാപിതാക്കൾ നൽകിയത് ശരിക്കും നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ് അവരുടെ മക്കളായ നമ്മള് ഈ കണ്ട ദേശങ്ങളും ഭൂഖണ്ഡങ്ങളും എല്ലാം താണ്ടി വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീങ്ങി. നമ്മുടെ ഏറ്റവും വലിയ ധനം വിശ്വാസം. ദൈവത്തെ നഷ്ടപ്പെടുത്താത്ത മനുഷ്യരാണ്. ആ ഒരു വിശ്വാസ പൈതൃകം വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാനുള്ള വലിയ വിളിയാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത് എന്ന സത്യം ഞാൻ ഓർമ്മിക്കുന്ന ഈ രാവിലെ നിങ്ങൾ ഇത്രയും ത്യാഗപൂർവം ഇവിടെ എത്തിച്ചേർന്നു. എന്നോട് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വളരെ വിദൂര ദേശങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇവിടെ അടുത്തൊന്നുമല്ല, പല സ്ഥലങ്ങളിൽ നിന്ന്, അകലങ്ങളിൽ നിന്ന്
ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നത്, അതെല്ലാം നിങ്ങളുടെ വലിയ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുക. അതുപോലെ കൈക്കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളടക്കം അതുങ്ങളൊക്കെ എഴുന്നേൽപ്പിച്ച് ഒരുക്കി ഇവിടം വരെ എത്തിച്ചെങ്കിൽ അതൊരു വലിയ കൃപയുടെ ദൈവീകമായ അനുഭവമാണ്. തീർച്ചയായും നിങ്ങളുടെ ഈ ത്യാഗത്തെ ദൈവം അനുഗ്രഹിക്കും. നമ്മൾ ഇന്നലെ വരാത്തവർക്ക് വേണ്ടി ഇന്നലത്തെ ചിന്തകൾ ഞാൻ ചുരുക്കി പറയും. 2 കാര്യങ്ങളെ ഇന്നലെ പറഞ്ഞു. ഒന്ന്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം സർവശക്തനാണ് എന്ന ഒരു ബോധ്യം, അതാണ് വിശ്വാസം. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഏതേതുമാകട്ടെ, ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിന്റെ വിശ്വാസത്തിന് കരുത്തുണ്ട് എന്ന സത്യം. പ്രതിസന്ധികൾ ചെങ്കടൽ പോലെ മുന്നിൽ നോക്കെത്താത്ത ദൂരത്തേക്ക് നീളുന്ന സങ്കടങ്ങളായി നിലകൊള്ളുമ്പോൾ മോശയെ പോലെ വിശ്വാസത്തിന്റെ ദണ്ട് ആ ചെങ്കടലിന് മേലെ നീട്ടാൻ കഴിയുന്നവൻ വിശ്വാസത്തിന്റെ വഴിയിൽ വിജയിക്കുന്നു എന്ന സത്യം നമ്മൾ ഇന്നലെ ധ്യാനിച്ചൊരു വിഷയം. രണ്ടാമതായി ധ്യാനിച്ചത് ഈ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം നടക്കുന്ന അനുഭവം. പുറപ്പാട് ജനതയുടെ 5 അനുഭവങ്ങളെ ആധാരമാക്കിയാണ് ഈ ധ്യാനം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ അനുഭവം മരുഭൂമിയിലൂടെ ഒരു ജനം കടന്നു. ഈ മരുഭൂമി അനുഭവത്തിലൂടെ ദൈവജനം എങ്ങനെ വളരുന്നു എന്ന സത്യമാണ് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുന്ന സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം കിട്ടാതെ പോകുന്ന സഹനത്തിന്റെ സമസ്യ തീർക്കുന്ന നിമിഷങ്ങൾ, ആ അവസരങ്ങളിൽ നാം എപ്രകാരം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സത്യമാണ് നമ്മൾ രണ്ടാമത് ധ്യാനിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മരുഭൂമി അനുഭവങ്ങളുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ ധ്യാനിച്ചത്. ഇന്നലെ വന്നവർ വിചാരിക്കും ഈ 2 കാര്യം പറയാനാണ് അച്ഛൻ അത്രയും നേരം മെനക്കെടുത്തിയത്. അത്രയൊക്കെ ഉള്ളൂ. ധ്യാനം കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. അതിങ്ങനെ നീട്ടിയും പരത്തിയൊക്കെ പറയുന്നതേ ഉള്ളൂ ധ്യാനം എന്ന് പറയുന്നത്, അല്ലേ? 2 കാര്യങ്ങളെ പറയും. ദൈവത്തിന് സ്തുതി. ഇന്ന് നമ്മൾ ധ്യാനത്തിനെ തുടരുകയാണ്. ഈ വിശ്വാസ യാത്രയിലെ 3ാമത്തെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. 3ാമത്തെ വഴി എന്ന് പറയുന്നത് മരുഭൂമിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് കിട്ടിയ ഒരു സംഗതിയുണ്ട്, മന്നാന്. ഇതാണ് 3ാമത്തെ. ദി എക്സ്പീരിയൻസ് ഓഫ് ദ മന്ന എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്രായേൽ ജനം 21 ദിവസമായി പഞ്ഞം കിടക്കും. 21 ദിവസം പഞ്ഞം കിടക്കാൻ ഗാന്ധിജിക്കോ അല്ലെങ്കിൽ അണ്ണാ ഹസാരേക്കോ ഒക്കെ പറ്റുള്ളൂ. ആ കാരണവർ ചുമ്മാ 21 ദിവസം പഞ്ഞം കിടന്നേച്ച് പിറ്റേ ദിവസം എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. നമ്മളൊക്കെ 21 ദിവസം പോയിട്ട് 3 ദിവസം കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പാടാണ്. ഈ 21 ദിവസം പഞ്ഞം കിടന്ന് ഈ ജനം മരുഭൂമിയിലൂടെ അലയുക. കുടിക്കാൻ വെള്ളമില്ല, തിന്നാൻ ഭക്ഷണമില്ല. നമ്മളൊക്കെ ആണെങ്കിൽ പണ്ടേ മരിച്ചു പോകുമായിരുന്നു. പക്ഷെ ഇസ്രായേൽക്കാര് അടിമകളായി കഷ്ടതയുടെ മാർഗത്തിലൂടെ ജീവിച്ചു വന്നവരായതുകൊണ്ട് അവര് ആ പ്രതിസന്ധി അതിജീവിക്കാൻ കരുത്തുള്ളവരായിരുന്നു എന്നതാണ് സത്യം. ഇസ്രായേൽ ജനം ഈ മരുഭൂമി യാത്രയിലൂടെ നീങ്ങുമ്പോൾ വലിയൊരു അനുഭവത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകും. ഒന്നുമില്ല തിന്നാൻ, കിടന്നിട്ട് ഉറക്കം വരുന്നു, അല്ലേ? എപ്പോഴാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് ഹെവിയായ അത്താഴം കഴിച്ചു. ഹെവിയായ അത്താഴം കഴിച്ചു. ഒരിക്കലും ഒരു പ്രാർത്ഥന കൺവെൻഷന് ഒരമ്മച്ചി മകനെയും കൊണ്ടു. എൻ്റെ അച്ചായവൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ട ചെറുക്കനാണ്. യാതൊരു വിചാരവും ഇല്ല. രാവിലെ 7:30 ആയാലെല്ലാം എഴുന്നേക്കുക. അവനെ കണ്ടിട്ട് ശരീരം കൊണ്ട് എൻ്റെ അനിയനാകാത്തൊക്കെ യോഗ്യതയുള്ളത് കൊണ്ട് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, ഇവന് അത്താഴം എപ്പോഴാ കൊടുക്കുന്നതെന്ന്. അത്താഴം അച്ഛ പഠിക്കാൻ ഒത്തിരി ഉള്ളതുകൊണ്ട് 2 നേരം അത്താഴം കൊടുക്കുന്നുണ്ടെന്നു. 7:30ക്കും വൈകിട്ട് 9:30ക്കും അത്താഴം. ഞാൻ പറഞ്ഞ അവന്റെ തലയിലല്ല കൈവയ്ക്കേണ്ടത്, അവന്റെ വയറേലാണ് കൈവയ്ക്കേണ്ടത്. കാരണം ഒരു നേരത്തെ അത്താഴം കട്ട് ചെയ്താൽ നേരത്തെ എഴുന്നേറ്റു, അല്ലേ?
ഇസ്രായേൽ ജനം ഈ മരുഭൂമിയിൽ അലഞ്ഞ ജനത്തിന് കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അലാറൊന്നും കേൾക്കണ്ട, അല്ലാതെ തന്നെ എഴുന്നേക്കും. കൊച്ചുപിള്ളേരടക്കം എഴുന്നേക്കും. 3 മണിയാക്കി ആകുമ്പോൾ ചാടി എഴുന്നേറ്റ് എല്ലാം നോക്കുകയാണ് എന്നാ തിന്നാനുണ്ട്. മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ മണൽപ്പരപ്പ് മാത്രം. പക്ഷെ 21-ാം ദിവസം അവർ മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ എന്തോ വെളുത്ത പൊടി കിടക്കും. മഞ്ഞ് വീണതെന്ന് എന്തോ പൊടി. തിരുമ്പി നോക്കും, അരിപ്പൊടി പോലെ എന്തോ ഒരു സാധനം. ആ പിള്ളേര് എന്ന് കാരണവന്മാരോട് ചോദിച്ചു ഇതെന്നാണ്. കാരണവന്മാര് പരസ്പരം ചോദിച്ചു ഇതെന്നാണോ പോയി. ചേട്ടത്തിമാര് ചേട്ടന്മാരോട് ചോദിച്ചു ഇതെന്നാ മനുഷ്യന്. ചേട്ടന്മാര് ചേട്ടത്തിയോട് ചോദിച്ചു ഇതെന്നാടി പോയി. അച്ഛന്മാരോട് എന്ന് ചോദിച്ചു, അവർക്കും പിടി. അച്ഛൻ ചെന്ന് മെത്രാണിച്ചനോട് ചോദിച്ചു ഇതെന്നാ 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 എന്ന് ചോദിച്ചതിന്റെ പേര് തന്നെ എങ്ങനെയാണ്? മന്ന. മൻ എന്ന് ഹീബ്രു ഭാഷയിൽ പറഞ്ഞാല് അതൊരു ഇന്ററോഗേറ്റീവ് പ്രോനൗൺ ആണ്. ഹീബ്രുവിൽ മൻ എന്ന് പറഞ്ഞാൽ വാട്ട് എന്ന് ചോദിച്ചു. ആ മന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ തേർഡ് പേഴ്സൺ സഫിക്സ് ചെയ്യാറ്. അതായത് ഇതെന്താ എന്ന് ചോദിക്കുന്നതാണ് എന്ത്? മന്ന. അല്ലേ? ഒരു പേരുണ്ടായി വരുന്ന അങ്ങനെയാണ്. നമ്മുടെയൊക്കെ വീട്ടുപേരുണ്ടായത് മിക്കവാറും ഇങ്ങനെയായിരിക്കും. എന്തെങ്കിലുമൊക്കെ തരികടകൾ കാണിച്ച തന്നതുകൾ ആ വീട്ടുപേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അല്ലേ? യെസ്. അതായത് ഓരോ സ്ഥലത്തിന്റെയും പേരുകളൊക്കെ ഇങ്ങനെ രൂപം കൊള്ളും. മലബാറില് ഒരു സ്ഥലമുണ്ട്, താമരശ്ശേരി രൂപക്കാരിവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. അവിടെ കൃത്യസ്ഥലം ഞാൻ പറയുന്നില്ല, അവര് ആക്ഷേപിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അതിന് പറയുന്ന പേര് തെണ്ടിമുക്ക് എന്നൊരു സ്ഥലം. മഹാവൈദ്യം. അതിനേക്കാളും മോശം സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന്. കാരണം ഓരോ നാട്ടിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പദപ്രയോഗത്തിലൂടെ രൂപം കൊള്ളുന്ന പേരുകൾ. മന്ന ഇതെന്താ ഇതെന്താ എന്ന് ചോദിച്ചു അവസാനം ദൈവം പറഞ്ഞു ഇത് ഞാൻ തന്നത്. ഇതെന്താ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഞാൻ തന്നത്. വിശ്വാസത്തിന്റെ 3-ാമത്തെ തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ, എല്ലാം ദൈവം തന്നത്. മന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദിവ്യമായ ദാനമാണ്, കൃപയാണ് എന്ന് തിരിച്ചറിവ്. ആരും ഒന്നും അഹങ്കരിക്കാനില്ല, മറിച്ച് എല്ലാം ദൈവം കൃപയായി ദാനമായി തന്നതാണ് എന്ന് തിരിച്ചറിവ്. ഈ തിരിച്ചറിവിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എനിത്തിങ് ആൻഡ് എവറിതിങ് ദാറ്റ് ഐ ഹാവ് ഇൻ മൈ ലൈഫ് ഈസ് എ ബ്ലെസ്സിംഗ്, ഈസ് എ ഗിഫ്റ്റ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം ഗോഡ്. ജീവിതത്തിലുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്, കൃപയാണ് എന്ന തിരിച്ചറിവിനെയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തെയാണ് നാം ധ്യാനിക്കാൻ ശ്രമിക്കുന്നത്. മന്നാനുഭവത്തിലൂടെ ഇസ്രായേലിന് കിട്ടിയത് ആ ഒരു ദൈവീകമായ തിരിച്ചറിവ്. ജീവിതത്തിൽ ഉള്ളതെല്ലാം ദൈവം തന്ന ദാനമാണ്. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് എന്ന് അപ്പസ്തോലൻ പറയുന്ന ആ ഒരു മനോഭാവമാണ് ഈ മന്നാനുഭവം എന്ന് പറയുന്നത്. ഇല്ലേ? എല്ലാം ദൈവദാനമാണ്. ഈ ജീവിത പങ്കാളി, ഈ മക്കള്, ഈ ജോലി, ഈ ദേശത്തുള്ള വാസം, എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഐ ഹാവ് അറ്റ് ദ മൊമെന്റ് ഈസ് സിംപ്ലി എ ഗ്രാറ്റുവിറ്റസ് ഗിഫ്റ്റ് ഫ്രം ദ പാർട്ട് ഓഫ് ഗോഡ്. ദൈവം തമ്പുരാൻ തന്ന ദാനമാണ്, കൃപയാണ്. ആരോഗ്യം ദൈവം തന്ന ദാനമാണ്. നമ്മൾ ആരും വിചാരിച്ചിട്ടല്ല നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കും. ഇല്ലേ? ഒരു കിഡ്നി അല്ലെങ്കിൽ കിഡ്നി തകരാറിലായ മനുഷ്യൻ, എനിക്കറിയാവുന്ന ഈ ദിവസങ്ങളിൽ ഞാനൊരു മനുഷ്യന്റെ അടുത്ത് കാണാൻ പോകും. 2 കിഡ്നി ഫെയിലിയർ. നാട്ടിലെ വലിയ സമ്പന്നനായ മനുഷ്യൻ വീട്ടിൽ ഡയാലിസിസ് മെഷീൻ മേടിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കും. ദൈവമേ, എത്ര നാളത്തെ ആർക്കറിയാം. പക്ഷേ ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഇറങ്ങി പോന്നപ്പോഴാണ് എനിക്ക് കിഡ്നി ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കാൻ പറ്റും.
നമുക്കിങ്ങനെ രണ്ട് അവയവം ഉണ്ടെന്ന് തന്നെ നമുക്കൊരു പിടിയില്ല. കിഡ്നി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഗതി, നിങ്ങൾ നേഴ്സുമാർക്കൊക്കെ അറിയാമായിരുന്നു എന്താ കിഡ്നി. ബാക്കിയുള്ളവർക്ക് എന്നാ കിഡ്നി അല്ലേ? കിഡ്നി എന്ന് പറയുന്നതും ചട്നി എന്ന് പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല. എന്തോ ഒരു സാധനം എന്നല്ലാതെ. പക്ഷേ അതൊന്ന് പണിമുടക്കിയാൽ നമ്മളുടെ ജീവിതം തകരാറിലാകുമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, ദൈവമേ നിന്റെ ദാനമാണല്ലോ ഈ ആരോഗ്യം അല്ലേ? ഓരോ കഷ്ടതകളും കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, ദൈവമേ നീ എത്ര കൃപയായി നമ്മളെ പരിപാലിക്കുന്നു എന്ന പരമാണ്. എല്ലാം ദൈവദാനം. ഈ ദാനം തിരിച്ചറിയാതെ വരുന്നതാണ് പാപം. What is sin? Sin is the failure to recognize the divine gift in your life. ദൈവം തന്നതാണ് ഈ ദാനങ്ങൾ എന്ന് തിരിച്ചറിയാത്ത ജീവിതശൈലിയാ പ്രിയപ്പെട്ടവരെ പാപം. പാപം എന്ന് പറയുന്നത് ദൈവം തന്നതാണ് എന്ന് തിരിച്ചറിയാത്ത. ഒരിക്കൽ ഞാൻ ഒരു പള്ളിയിൽ ജോലി ചെയ്യും, മലബാറിലെ ഒരു മലമണ്ടയിലുള്ളത്. ആ പള്ളിയിലോട്ട് ബസ് ഇല്ല, ഞാൻ ഇറങ്ങി നടക്കണം. അവിടെ നടക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ബസ് വന്നിറങ്ങി, ട്രാൻസ്പോർട്ട് ബസ് വന്നിറങ്ങി. ഇറങ്ങിയപ്പോ ഒരു ചെറിയ ആൾക്കൂട്ടം. നോക്കുമ്പോൾ ഒരുത്തനെ വേറൊരുത്തൻ ഈ ഇലക്ട്രിക് പോസ്റ്റ് ചേർത്ത് നിർത്തി ആഞ്ഞിടിക്കും. ഞാനെന്ന ഒരു വൈദികൻ എന്തെങ്കിലുമൊക്കെ ഇടപെടണം. ആ നാട്ടിൽ നിന്നുള്ള ചിലരെ ഇന്നലെ ഞാനിവിടെ കണ്ടു. അവര് പ്രശ്നക്കാരല്ല, അവരുടെ നാട്ടുകാരുടെ പ്രശ്നക്കാരെന്ന് വിചാരിച്ചു ചേർത്തി വെച്ച് ഇടിക്കുകയാണ്. ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി. ഞാൻ ഇടപെട്ടു. ഞാൻ ചോദിച്ചത് എന്തിനാ ഇവരെ ഇടിക്കുന്നത്? അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ നേതാക്കന്മാരാണ്. അവരെന്നോട് പറഞ്ഞു, പള്ളിയിലെ കാര്യം നോക്കിയാൽ മതി, അങ്ങാടിയിലെ കാര്യം ഞങ്ങൾ നോക്കിയോളാം. വേറൊരുത്തർ എന്നോട് പറഞ്ഞ, അച്ഛാ അത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടിരിക്കുന്ന കാരണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമരത്തിന്റെ ചോട്ടിൽ ഇവൻ മൂത്രം ഒഴിച്ചു, അതിനുള്ള ശിക്ഷ. അറിഞ്ഞുകൊണ്ട് ഒഴിച്ചതാണോ അറിയാതെ ഒഴിച്ചതാണോ എനിക്കറിഞ്ഞുകൂടാ. അതിനുള്ള ശിക്ഷ എന്ത് എന്ന് ചോദിച്ചാൽ അവന്റെ നെഞ്ചിനാഞ്ഞിടിച്ച് വായിക്കടെ ചൊകര തുപ്പുന്നവരെ ഇടിക്കും. ഇതാണ് അവൻ വിധിച്ച ശിക്ഷ. അവൻ ഇടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവനോട് പറഞ്ഞു, എന്റെ സുഹൃത്തെ ഇങ്ങനെ നീ ഉപദ്രവിക്കരുത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും പകച്ചു നിൽക്കുക. കാരണം ഇവനോട് പറഞ്ഞിട്ട്, പോത്തിനോട് വേദാന്തം പറഞ്ഞിട്ട് വല്ല കാര്യം. ഇവൻ അവനെ ആഞ്ഞിടിച്ചുകൊണ്ടിരിക്കും. ദൈവം സഹായിച്ച് ഒരുപാട് ഇടിക്കേണ്ടി വന്നില്ല. അടുത്ത് ഒരു ഇടി ഇങ്ങനെ കഴിഞ്ഞപ്പോഴേ ഇവന്റെ മൂക്കിക്കിടയും വായിക്കിടയും ചോര നിർത്തി. അവൻ ഇടി നിർത്തി. അവൻ കുഴഞ്ഞു വീണു. അവനെ ആശുപത്രിയിൽ കൊണ്ടു. ഈ അഹങ്കാരം എന്തോ ഒരു അതിരി വിട്ട അഹങ്കാരമാണ് ഞാൻ മനസ്സിൽ. പക്ഷേ അവരോട് ചോദിക്കാൻ ആരോ? ഭരിക്കുന്ന കക്ഷി, സർവാധിപതിയായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അവരുടെ ഗുണ്ടായുസ് ആര് ചോദിക്കുന്നു? നിസ്സഹായനായി ഞാൻ എന്റെ പള്ളിയിൽ കയറി. പക്ഷേ 4 മാസം കഴിഞ്ഞു. ദൈവമായ കർത്താവ് ഇടപെട്ടു. ആ ഇടിച്ചവൻ 2 കൈയിൽ തകർന്നുപോയി. ഒരു ബോംബ് സ്ഫോടനത്തില് സ്പ്രിങ്ങിന്റെ കയ്യിൽ വെച്ച് നടക്കുന്നത് എനിക്കതിൽ വിഷമമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവം തന്നതാണ് എന്ന തിരിച്ചറിവില്ലാതെ മനുഷ്യൻ സ്വാർത്ഥതയോടെ ജീവിച്ചു തുടങ്ങുമ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ കരം പിൻവലിക്കപ്പെടും. ഇത് ബൈബിളിലെ ഒരു വലിയ സത്യമാണ്. വിശ്വാസത്തിന്റെ വഴിയിൽ നാം തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ദൈവം തന്നതാണ് ജീവിതത്തിന്റെ സർവ ദാനങ്ങളും കൃപകളും. എന്തിനാ ദൈവം തന്നത് എന്ന് ചോദിച്ചാൽ പങ്കുവയ്ക്കാൻ വേണ്ടി തന്നത്. ദൈവം നിനക്ക് സമ്പത്ത് തന്നോ? അതെന്തിനാ? അത് പങ്കുവയ്ക്കാൻ വേണ്ടി തന്നതാണ്, വേറൊന്നിനും വേണ്ടി തന്നതാണ്. എല്ലാം എനിക്ക് ആനന്ദിക്കാൻ, എനിക്ക് സന്തോഷിക്കാൻ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്നതാണ് എന്ന അവബോധം നമുക്ക് നഷ്ടപ്പെട്ടു. ഈ മന്ന കിട്ടിയ ചേട്ടന്മാർക്ക് ഇത് തന്നെ പറ്റും. മന്ന കുറെ വാരിക്കൂട്ടും. ചില ചേട്ടന്മാരും വലിയ വല്ലമായിട്ട് വല്ലക്കൊട്ടയായിട്ട് ഇറങ്ങി മന്ന വാരാത്തത്.
സമർത്ഥനായൊരു ചേട്ടൻ 12 വല്ലം മന്ന വാരിയെടുത്തു. നടുമിന്നി ഒരു വല്യമ്മച്ചി ഒരു മുറവും കൊണ്ട് എന്ന് കഷ്ടിച്ച് 2 പിടി വാരിയതിരുന്നു. അപ്പോഴത്തേക്കും മറ്റേ ചേട്ടൻ ആ പ്രദേശം മുഴുവൻ തടുത്തു കൂട്ടി വാരിക്കൊണ്ടു. ചില ചേട്ടന്മാരുടെ കൈ JCBയുടെ കൈ പോലെ വാരിയ ആ പ്രദേശം മുഴുവൻ തൂത്തുവാരി. അമ്മച്ചിക്ക് ഒന്നും കിട്ടി. പക്ഷെ കൂടാരത്തിനകത്ത് കയറിയപ്പോ എന്നാ സംഭവിച്ചത്? കൂടാരത്തിനകത്ത് കയറിയപ്പോ 12 വല്ലം ആവിയായി ഒരു വള്ളിക്കൊട്ടയ്ക്കകത്ത് കിട്ടി ചേട്ടന്റെ. അമ്മച്ചിയുടെ മുറം നിറഞ്ഞു കവി. ഡിവൈൻ സോഷ്യലിസ്റ്റ്. എല്ലാവർക്കും ആവശ്യമായ ദൈവമായ കർത്താവ് കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇസ്രായേൽ ജനം ഈ മന്ന കുറെ നാൾ തിന്നു കഴിഞ്ഞപ്പോ അവന്മാർക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഉണക്കലരിയുടെ അട എത്ര നാളായി തിന്നു. ഇവന്മാര് പറഞ്ഞു, ഇത് വേണ്ട, ഞങ്ങൾക്ക് ഇറച്ചി തിന്നാൻ കഴിയും, ഇറച്ചി തിന്നു. അവര് മോശയോട് പറഞ്ഞു, നാളെ വൈകിട്ട് 4 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇറച്ചി തന്നില്ലെങ്കിൽ തന്നെ പൊരിച്ചു തിന്നു. ദൈവമേ, ഈ ജനത്തിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മോശ ശരിക്കും പേടിച്ചു. ഇതുങ്ങൾ തിന്നു എന്ന് പറഞ്ഞാൽ തിന്നുന്ന സൈസ്. മോശ പേടിച്ച് മല കയറി തമ്പുരാന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദൈവമേ, അതുങ്ങള് എന്നെ തിന്നുമെന്ന് പറഞ്ഞ് നീ കേട്ടല്ലോ, എവിടുന്നേലും അവർക്ക് ഇറച്ചി കൊടുക്കണേന്ന്. ദൈവം പറഞ്ഞു, കൊടുക്കണം, കൊടുക്കുമെന്ന് മാത്രമല്ല, തിന്ന് അവന്മാരും മൂക്കിക്കട പുറത്തു വരുന്നത് വരെയും ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കും. ഇതുവരെ അതെന്നാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് തിന്ന് മൂക്കിക്കട പുറത്തു വരുന്നത്? ഒരുപാട് തിന്നു കഴിഞ്ഞ് വല്ല ഏമ്പക്കം പെടുന്നത് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ആ വചനം ഇതുവരെ എനിക്ക് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂക്കിക്കട എങ്ങനെ ഇറച്ചി കൊടുക്കും? അങ്ങനെ കൊടുക്കുന്ന ദൈവം. മൂക്ക് മുട്ട തിന്നുക എന്നൊക്കെ പറയുക, അതുപോലെ എന്തുവാണ്. പിറ്റേന്ന് എന്ത് സംഭവിച്ചു? സീനായി മരുഭൂമിയിൽ ഇവരുടെ കൂടാരത്തിന്റെ മുമ്പിലേക്ക് ഇതാ കാടപ്പക്ഷികൾ അലച്ചു വന്ന് വീണുകൊണ്ടേയിരിക്കും. ഇത് എവിടുന്ന് വരുന്ന ഈ കാടപ്പക്ഷി? ഇതേക്കുറിച്ച് ചരിത്രകാരന്മാരല്ല ഇപ്പോഴും ഉള്ള ഒരു പ്രതിഭാസമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, മെഡിറ്ററേനിയൻ കടന്ന്, മധ്യധരണ്യാഴി കടന്ന വലിയ കടലാണ്. ഈ കടല് കടന്ന് യൂറോപ്പിൽ നിന്നുള്ള ദേശാടന പക്ഷികൾ പറക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നിർത്താതെ കടലിന്റെ മീതെ പറക്കുന്ന പക്ഷികള് പെട്ടെന്ന് മരുഭൂമി കാണുമ്പോൾ, കര കാണുമ്പോൾ വന്ന് അലച്ച് വീഴും. കുറച്ചു നേരം വിശ്രമിച്ച് എഴുന്നേറ്റ് പോകും. അങ്ങനെ വീണ പക്ഷികൾ ഇപ്പോഴും അങ്ങനെ സിനായ് മരുഭൂമിയില് ഈ പക്ഷികൾ വന്ന് വീഴാറുണ്ട് ദേശാടനങ്ങളിൽ. കുറച്ച് കഴിയുമ്പോൾ അത് എഴുന്നേറ്റ് പോകും. അങ്ങനെ വീഴുന്ന പക്ഷികളെ ആയിരിക്കാം ഇസ്രായേൽക്കാർ പിടിച്ചു തിന്നേന്നാണ് പറയപ്പെടുന്നത്, പാട്ട് പറയും. ആ പക്ഷികളെ കിട്ടിയത് ഇസ്രായേൽക്കാർ തച്ചിനിരുന്ന് തിന്നാൻ തുടങ്ങി. പങ്കുവയ്ക്കുക എന്നുള്ളതൊക്കെ അവർ മറന്നു. 6,20,000 പേർക്ക് കണക്കായി ദൈവം 6,20,000 കാടപ്പക്ഷികളെ കൊടുത്തു. ഒരു കാടാന്ന് പറഞ്ഞാൽ ഒരു 300-400 ഗ്രാം. ഒരാൾക്കത് പോലെ മതി അല്ലേ? ചേടത്തിക്ക് അത്രയും വേണ്ട. ചേടത്തി ഡയറ്റിങ്ങിലാണ്, സ്ലിം ബ്യൂട്ടി ആകാനുള്ള ശ്രമമാണെങ്കിൽ ചേടത്തിയിലെങ്കിലും ചേട്ടൻ തിന്നോട്ടെ. 2 കാട പരമാവധി, അത് കൂടുതൽ തന്നെയാവും പാടില്ല. പക്ഷെ ചില ചേട്ടന്മാരുണ്ടല്ലോ, തച്ചിനിരുന്ന് തീറ്റ തുടങ്ങും. 30 കാടയെ വരെ അകത്താക്കിയവന്മാരുണ്ട്. പിടിക്കുന്നു, പൊരിക്കുന്നു, തിന്നുന്നു, വീണ്ടും അടുത്തതിന്റെ പിന്നത്ത് കഴിച്ചു കുടിക്കുന്നു, തൊലി പൊളിക്കുന്നു, എണ്ണയും മുക്കി പൊരിച്ച് അയ്യോ ഓടുന്നു. 30 കാടയെ തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ഒരു ടേസ്റ്റ് കൊണ്ടങ്ങ് തിന്നുപോയത്. തീറ്റ കഴിഞ്ഞപ്പോ എഴുന്നേക്കാൻ പറ്റുന്നു, മുമ്പോട്ടും ഇല്ല പിന്നോട്ടും. ഇരുന്ന ഇരിപ്പിൽ അവർ കിടന്നു. കിടന്ന കിടപ്പിൽ മരിച്ചു. 1-2 പേരുമല്ല, 20,000 പേരാണ് കാടപ്പക്ഷിയെ നിന്ന് മരിച്ചത്. ഭക്ഷ്യവിഷബാധയൊന്നുമല്ല, അമിത ഭക്ഷണം കൊണ്ട് മരിച്ചു പോയി. മോശ ആ താഴ്വരയ്ക്ക് ഒരു പേരിട്ടു. കടലാസ് പേനയുള്ളവർ ആ പേരെഴുതിയെടുത്തു. നിങ്ങളുടെ വീടിനൊക്കെ ഇടാൻ പറ്റിയൊരു പേരാണത്. കിബ്രോത്ത് ഹത്താവ. എന്താണ് കിബ്രോത്ത് ഹത്താവ?
വളരെ അർത്ഥവത്തായ പേരാണ്. എന്താ പേരിന്റെ അർത്ഥമെന്നോ? ആർത്തിയുടെ താഴ്വര. ആർത്തിയുടെ താഴ്വര. ഞാനൊരിക്കൽ യൂത്ത് ക്ലാസ്സിൽ ഈ കഥ പറഞ്ഞപ്പോൾ യുവന്മാരെനിക്കിട്ട് തിരിച്ചടിച്ചു. അവര് പറഞ്ഞു അത് അച്ഛന്റെ പള്ളിമേടയ്ക്ക് ഇടാൻ പറ്റിയ പേരാച്ചു. അച്ഛനെ എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഉണ്ട്. അതായത് ഈ കിബ്രോത്ത് കർത്താവ എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ, പങ്കുവയ്ക്കാതെ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവർക്ക് സംഭവിക്കാൻ ഇടയുള്ള ഒരു ദുരന്തമാണ്. ദൈവം തന്ന കൃപകളെ പങ്കുവയ്ക്കാതെ സ്വാർത്ഥമായി മാത്രം അനുഭവിക്കുന്നവരെ കാത്തിരിക്കുന്ന ദുരന്ത സാധ്യതയാണ് കിബ്രോത്ത് കർത്താവ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് ആർക്കാണ് സ്വന്തം കഴിവിന്റെ അംഗീകാരമാണ് നാം ആയിരിക്കുന്ന അവസ്ഥ എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിച്ച് ജോലി നേടിയവരാണ് എന്ന് പറയാം. പക്ഷെ നിങ്ങളെക്കാളും എത്രയോ നന്നായി പഠിച്ചവര് നാട്ടിക്കിടെ തെക്കുവടക്ക് നടക്കും. ഇല്ലേ? പഠിച്ചതിന്റെ മാത്രം മിടുക്കുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് എന്ന് പറയാൻ പറ്റും. നിങ്ങളെക്കാളും പഠിക്കാൻ സാമർഥ്യവും കഴിവുമുള്ള എത്രയോ മനുഷ്യര്, നിങ്ങളുടെ ഇരട്ടി ബിരുദം നേടിയവര് ചുമ്മാ അതിലേടെ നടക്കൊണ്ട് നാട്ടിൽ ഒരു ജോലി പോലും ലഭിക്കാൻ. നിങ്ങൾ ഇവിടെ എത്തിയെങ്കിൽ സത്യമായും അതിന്റെ പിന്നിൽ ദൈവകൃപയാണ്. എല്ലാം ദൈവദാനം. ആ ഒരു തിരിച്ചറിവ് വിശ്വാസി നിന്നെ ദൈവത്തോട് ചേർക്കുന്നു. പലപ്പോഴും ദൈവാനുഗ്രഹം കിട്ടിയവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവർ കൂടുതൽ അഹങ്കാരികളും തന്നിഷ്ടക്കാരുമായി മാറിപ്പോകും. മക്കളെ ഓർത്ത് കുറ്റം കൊള്ളുന്ന മാതാപിതാക്കൾ. ഒരു പള്ളി ധ്യാനത്തിന് ചെന്നപ്പോൾ ഒരു ചേട്ടൻ വന്ന് വികാരിച്ചനെ ഞെട്ടിക്കുന്നു. ഞാന് ഈ വികാരിച്ചനൊരു ശുദ്ധനും ഒരു നിർഗുണനുമായ വികാരിച്ചനെന്ന് പറഞ്ഞ പുള്ളിക്ക് ഒന്നും തിരിച്ചു പറയാൻ അറിയില്ല. ഈ അച്ഛനെ ഈ മനുഷ്യൻ പേടിപ്പിക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെയാണോ വികാരിച്ചനോട് സംസാരിക്കുന്നത്? ഈ ചേട്ടൻ എന്നെയും പേടിക്കും. ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഒത്തിനെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ മകനാണ് ഇവിടുത്തെ DYSP, അതറിഞ്ഞുകൊണ്ട് വേണം അച്ഛൻ സംസാരിക്കാൻ. ഞാൻ പറഞ്ഞാൽ ഞങ്ങളാരും ക്രിമിനൽ കേസിൽ പ്രതികളൊന്നും അല്ലല്ലോ. തന്റെ മകനെ ഞങ്ങളെന്തിനു പേടിക്കുന്നു? അവന്റെ ജോലി ചെയ്യുന്നു, ഞങ്ങളുടെ ജോലി ചെയ്യുന്നു. ഈ അപ്പന്റെ വിചാരം മകൻ DYSP ആണ്, അതുകൊണ്ട് എല്ലാരും നമ്മളെ പേടിച്ചോളൂ. നോ, നിനക്ക് മകനെ തന്നത് ദൈവം, ആ മകനെ DYSP ആക്കിയത് ദൈവം. പ്രിയപ്പെട്ട സഹോദര, അഹങ്കരിക്കുക. ഈ അഹങ്കാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവദാനമാണ് എന്ന അവബോധം നഷ്ടപ്പെടുന്നു. ഈ അവബോധം ഇല്ലാതെ പോകുമ്പോഴാ പങ്കുവയ്ക്കാനും മടി. ഒരു ചേട്ടനും അനിയനുമുള്ള കുടുംബം. അനിയൻ ക്യാൻസർ വന്നു, അവന്റെ വീടടക്കം പണയം വെച്ച് കഷ്ടപ്പെട്ട് ചികിത്സിച്ചു. അവസാനം അവൻ മരിച്ചു. ചില രോഗങ്ങൾ ഇങ്ങനെയാണ്, ദുരന്തം. ആ രോഗി മരിക്കുന്നു എന്ന് മാത്രമല്ല, ആ വീട്ടിലെ മുഴുവൻ സമ്പത്തും ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചാലും രോഗിയും നഷ്ടപ്പെടും, വീട്ടുകാരുടെ ഭാവി അപകടത്തിൽ. സാമാന്യഗതി ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുള്ള വീട്ടുകാർ. പക്ഷേ ഒരൊറ്റ രോഗം മതി ഒരു കുടുംബം വെളുപ്പിക്കാൻ എന്നുള്ളത്. അങ്ങനെ അനാഥമായി തീർന്ന ആ കുടുംബം. അയാളുടെ ചേട്ടൻ, മരിച്ചുപോയ മനുഷ്യന്റെ ചേട്ടൻ ആ നാട്ടിലെ നല്ലൊരു കച്ചവടക്കാരനാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയും. ഈ മരിച്ചുപോയവന്റെ മകന് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. മാസം 19,000, വർഷം 19,000 രൂപയെങ്കിലും ഫീസ് കൊടുക്കും. ആര് കൊടുക്കും? ഞാൻ ഈ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, ഇയാൾക്ക് ഇത്രയൊക്കെ ചുറ്റുപാടൊക്കെ ഇല്ല, ആ മകന് ഫീസിന് കുറേയൊക്കെ സഹായിക്കാം, കുറെ ഞങ്ങള് പള്ളിക്കാരും അച്ഛനും ഒക്കെ സഹായിക്കാം, ബാക്കി ഇയാൾ ചെയ്യണം. ഞാൻ ആ മനുഷ്യനോട് ഇയാൾ എന്നോട് പറഞ്ഞ മറുപടി എന്നാന്ന് ചോദിച്ചാൽ ശരിക്കും മലബാറുകാരുടെ ഒരു മറുപടിയാണ്. ഇയാൾ പറഞ്ഞു, അച്ഛൻ കേട്ടിട്ടുണ്ടോ, അപ്പന്റെ ഭാര്യ എനിക്ക് എന്റെ ഭാര്യ.
കൊടുക്കൂന്നാണോ കുടിക്കുകയെന്നാണ് പറഞ്ഞത്? നിങ്ങൾക്ക് വല്ലതും തിരിഞ്ഞോ? പക്ഷെ എനിക്ക് മനസ്സിലായി അയാൾ കുടിക്കുകയായിരുന്നു. സ്വന്തം അനിയന്റെ മകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മകനെ പോലെ കരുതേണ്ടതാണ്. പക്ഷേ അവനെ പോലും അന്യനായിട്ട് കുടിക്കുക. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാച്ചോ അങ്ങനെ ചുമ്മാ കൊടുക്കാനുള്ളത്. സുഹൃത്തെ, നീ കഷ്ടപ്പെടുന്നതിന്റെ 10 ഇരട്ടി കഷ്ടപ്പെട്ടവരുണ്ടല്ലോ. നിന്റെ അത്രയും അവർക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ കടയിൽ പണിയെടുക്കുന്ന മനുഷ്യൻ കഷ്ടപ്പെടുന്നതിന്റെ പകുതി നീ കഷ്ടപ്പെട്ടിരുന്നു. അവൻ പണിക്കാരനും നീ ഉടമയുമായത് ദൈവനിശ്ചയമാണ്. ആ ഒരു തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുത്തരുത്. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെയും വീടുകളിൽ കിബ്രോത്ത് ഹത്താവകൾ രൂപം കൊള്ളും, മരണ സംസ്കാരം രൂപം കൊള്ളും, ആർത്തിയുടെ താഴ്വരകൾ രൂപം കൊണ്ടുപോകും. ദൈവം തന്നതാണ് എന്ന തിരിച്ചറിവ് ഏതൊരു വിശ്വാസിക്ക് നഷ്ടമാകുന്നുവോ അവിടെ വിശ്വാസം നിർജീവമാണ്. ഇതെല്ലാം എന്റെ കഴിവുകൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ് എന്ന് നീ ചിന്തിക്കുന്ന നിമിഷത്തിൽ നീ നിരീശ്വരവാദിയാണ്. Everything that I have earned in my life is simply because of my effort and efficiency. Once you begin to think in this line of thought, my dear ones, you become an atheist. നിരീശ്വരവാദിയും നീയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സ്വന്തം കഴിവുകൊണ്ട് ആർജിച്ചതാണ് എന്ന് ചിന്തിക്കുന്നവൻ നിരീശ്വരവാദി. എല്ലാം ദൈവം തന്നതാണ് എന്ന് തിരിച്ചറിയുന്നവൻ വിശ്വാസം. ആ ഒരു വ്യത്യാസമില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസിയായിരിക്കുന്നതിന്റെ അർത്ഥം എന്ത് എന്ന് നിങ്ങൾ ആത്മശോധന ചെയ്യട്ടെ. ഇതാണ് ഈ മന്നാനുഭവം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ ദിവ്യമായ ഒരു തിരിച്ചറിവാണ്. ദൈവം തന്നതാണ് എന്ന തിരിച്ചറിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഹോദരങ്ങളാകാം, കഷ്ടത അനുഭവിക്കുന്നവരാകാം, വീട്ടിലുള്ളവരാകാം, അവരെ കൂടി പരിഗണിക്കാനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചത്. ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട് ഉൽപ്പത്തിയിലെ 15-ാം അധ്യായത്തിൽ. Abraham, I bless you so that you will be a blessing to all the nations. Abraham, I bless you so that you should be a blessing to all the nations. അബ്രഹാം എന്ന പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് വെച്ച് നോക്കുക. മാത്യു, I bless you. Joseph, I bless you. Thomas, I bless you. So that you must be a blessing to all your siblings, all your brothers and sisters. You must be a blessing to your parents. പ്രിയപ്പെട്ടവരെ, ഓരോ അനുഗ്രഹവും ദൈവം നമുക്ക് തരുന്നത് അത് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് എന്ന സത്യം. പങ്കുവയ്ക്കുമ്പോഴാണ് ആ കൃപ വർത്തമാനമാകുന്നത്, അനുഗ്രഹപ്രദമാകുന്നത് എന്ന സത്യമാണ്. പങ്കുവയ്ക്കാത്ത അനുഗ്രഹങ്ങൾ ഒഴുക്കില്ലാത്ത വെള്ളം പോലെ വെറുതെ കെട്ടിക്കിടന്ന് നശിച്ചു പോകും. പങ്കുവയ്ക്കുന്നവ സജീവമായി നിലകൊള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ 4ാമത്തെ അനുഭവത്തിലേക്ക് മുറുകണം. വിശ്വാസത്തിന്റെ 4ാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ശരിക്കും സമാഗമ കൂടാര അനുഭവം. ഈ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനം നടക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കാൻ പോകും. നിങ്ങളുടെ കൂടെ വസിക്കാൻ എനിക്ക് വേണ്ടി ഒരു കൂടാരം പണിയാം. ആ കൂടാരത്തിന്റെ പേരാണ് സമാഗമ കൂടാരം, ഓർ ദ ടെന്റ് ഓഫ് മീറ്റിംഗ്. ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുന്ന കൂടാരം. ആ കൂടാരത്തിന്റെ പേരാണ് എന്ത്? കൂടാരം എന്ന് പറഞ്ഞ് സമാഗമം. ഈ സമാഗമ കൂടാരത്തിൽ ദൈവം വന്ന് വസിച്ചു. മോശയും അഹറോനും ധൂപിക്കാനായി ഈ കൂടാരത്തിൽ കയറിച്ചത്.
ഈ കൂടാരത്തിനുള്ളിൽ ദൈവം സ്വയം വെളിപ്പെടുത്തും. ഇതാണ് സങ്കല്പം. ഈ കൂടാരത്തിനുള്ളിലേക്ക് മോശയും അഹരോനും കയറി ചെല്ലും. ദൈവജനത്തിനുള്ള സന്ദേശം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കും. മോശ കൂടാരത്തിന് വെളിയിൽ വന്ന് കാത്തു നിൽക്കുന്ന ജനത്തോട് ദൈവ സന്ദേശം അറിയിക്കും. ഇതായിരുന്നു നാട്ടു നടപ്പ്. എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചാല്, കുറെ കഴിഞ്ഞപ്പോൾ ഈ ആളുകൾക്ക് ഒരു തോന്നൽ, എടാ ഈ മോശ അഹരോനും ഒക്കെ വലിയ നീളമുള്ള ഓരോ കുപ്പായം ഇട്ടുകൊണ്ട് അച്ഛനാണ്, പുരോഹിതനാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഭരിക്കാൻ വേണ്ടി തുടങ്ങും. ഇത് നമുക്കങ്ങ് ചെയ്താൽ തന്നെ കുഴപ്പം. ഇവന് ധൂപമാട്ടാൻ അറിയാമെങ്കിൽ അതിനേക്കാളും നന്നായിട്ട് ധൂപമാട്ടാൻ നമുക്കറിയാൻ പറ്റും. ശരിക്കും ഞാൻ ഈ മലങ്കര സെമിനാരിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പിള്ളേർ ധൂപമാട്ടും കണ്ട് ഞാൻ അമ്പരം തൊടും. ഞങ്ങൾ 10-12 അച്ഛന്മാർ ഒന്നിച്ചെന്ന് കുർബാനയിലാണ്. ഇവന്മാർ അതിൻ്റെ ഇടയ്ക്കൂടെ കയറി ഇങ്ങനെ വീശി കറക്കി ആട്ടും. നമ്മളെങ്ങാനും ഒന്നാട്ടിയാൽ മതി, 6 അച്ഛന്മാർ ആശുപത്രിയിലാണ് ഡീക്കനിൽ. പക്ഷെ ഈ പിള്ളേർ നല്ല വൈദഗ്ധ്യം. അങ്ങനെ ധൂപം വീശാൻ അറിയാവുന്ന കൊച്ചുങ്ങളും. പക്ഷേ ഇതാ മോശയ്ക്കും അഹരോനുമെതിരെ ജനം പിറുപിറുത്തു. പുരോഹിതനാണ്, സമാഗമ കൂടാരാണ് എന്നൊന്നും പറഞ്ഞ് താൻ ഞങ്ങളെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണോ തനിക്ക് ധൂപം വീശാൻ അറിയാമെങ്കിൽ അതിലും നന്നായി വീശാൻ ഞങ്ങൾക്കും അറിയാം. തന്നോട് ദൈവം സംസാരിക്കുമെങ്കിൽ ഞങ്ങളോട് സംസാരിക്കും. അവന്മാര് കുറെ എണ്ണം സംഘടിച്ചു. കോറഹ്, അബിയാത്ത്, ദാഥാൻ തുടങ്ങിയ പാർട്ടികളെല്ലാം കൂടി സംഘടിച്ച് 250 ധൂവക്കുറ്റിയായിട്ട്. ഒരു ധൂവക്കുറ്റിയുടെ പുക തന്നെ ഫയറലാം ഉണ്ടാകും അല്ലെ? 250 കുറ്റിയിലെ പുക എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. 250 ധൂവക്കുറ്റിയായിട്ട് ഇവർ വന്നു. സർവരും പോയിക്കാൻ വേണ്ടിയാണ്. മോശ പറഞ്ഞ്, എന്റെ മക്കളെ വേണ്ട, സമാഗമ കൂടാരം ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അവിടെ പ്രവേശിച്ച് ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിയോഗിച്ച അഹരോനും സന്തതികൾക്കും ഈ അവകാശമുള്ളൂ. നിങ്ങൾ അവിടെ കയറരുത്. കയറിയാൽ എന്ത് സംഭവിക്കും ഞങ്ങൾക്ക് അറിയണം. എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം. 250 ധൂവക്കുറ്റിയും വീശി ഇവരിക്ക് വന്നതേ. എന്നാ സംഭവിക്കുക? ഭൂമി പിളർന്നു. ഭൂമി പിളർന്ന് ഈ 250 വീട്ടുകാരും മണ്ണിനടിയിലേക്ക്. ഭൂമി തിരികെയാണ്. ഭൂമി അങ്ങനെ പിളരുമോ എന്ന് നിങ്ങൾക്ക് സംശയം കാണും അല്ലേ? സംശയമുള്ളവര് ഗ്രാൻഡ് കനിയൻ കാണാൻ പോയാൽ, അരിസോണയില് ഗ്രാൻഡ് കനിയൻ കാണാൻ പോയി. 100-400 കിലോമീറ്റർ നീളത്തില് ഭൂമി ഇങ്ങനെ വെട്ടിപ്പിളർന്ന് നിൽക്കുക. അത് തിരിച്ചടുത്തിട്ട് ആരെയോ ഇനിയും വിഴുകാനുണ്ടോ? അതിനുവേണ്ടി അതങ്ങനെ ഇരിക്കുകയെന്ന്. നിങ്ങൾ ആരെങ്കിലും സന്ദർശനം നടത്തിയാൽ ചിലപ്പോൾ അത് അടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ എനിക്ക് തോന്നുക. ഭൂമി അങ്ങനെ വാവളർന്ന് നിൽക്കുക. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി, ദൈവമേ, പുറപ്പാട് പുസ്തകത്തിൽ ഭൂമി വാവിളർന്ന് വിഴുങ്ങി എന്ന് പറയുന്നത് എത്രയോ വലിയ സത്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഇല്ലേ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയുള്ള കാര്യം. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഈ സമാഗമ കൂടാരം എന്ന് പറയുന്നത് തിരുസഭയുടെ പ്രതീകം. എന്തിനാണ് ദൈവം ഇവരെ വിഴുങ്ങിക്കളഞ്ഞത്? ഭൂമിയെ പിളർത്തി ഇവരെ വിഴുങ്ങിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയ ആധ്യാത്മിക രഹസ്യമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചു കേട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അർത്ഥശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ഈ പലപ്പോഴും ഈ പള്ളിക്കെതിരായി, അച്ഛന്മാർക്കെതിരായി ഒക്കെ ബഹളത്തിന് പോകുന്ന ചേട്ടന്മാർക്ക് ഓരോ കഷ്ടതകളും ദുരന്തങ്ങളും ഉണ്ട്. ഇവിടെയൊന്നുമല്ല, വളരെ വിദൂര ദേശങ്ങളിലെ കാര്യം. നിങ്ങളാരും ചെയ്യുന്നത്. ഒരു ചേട്ടൻ ഈ അടുത്ത നാളിലെ ഒരു അനുഭവം ഞാൻ പള്ളിയിൽ പിതാവ് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി പോയത്. ആ പള്ളിയുടെ 17 സെന്റ് സ്ഥലം ഒരു ചേട്ടൻ കേസ് കൊടുത്തു. പള്ളി ചേട്ടന്റെ 17 സെന്റ് കയ്യേറിയെന്ന് പറഞ്ഞാണ് കേസ്. ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ഞാൻ ചെന്നു, പാരീഷ് കൗൺസിൽ വിളിച്ചു കൂട്ടി ആളുകളോട് പറഞ്ഞു, ദേ ആ ചേട്ടന് 17 സെന്റ് വേണമെന്നല്ല പറഞ്ഞു.
നമുക്കത് കൊടുത്തേക്കാം. സുവിശേഷം അനുസരിച്ച് പള്ളി വിശ്വാസിക്കെതിരെ കേസ് കൊടുക്കുന്നത് ശരിയല്ല. നമ്മൾ കേസിലൊന്നും പോകാം. കൈക്കാരന്മാരെന്നോട് ചൂടായി. അച്ഛൻ അയാളെ അടുത്ത് കാശും മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പ്രശ്നം തീർക്കാൻ വരും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തും പറഞ്ഞു, എനിക്ക് സുവിശേഷമേ പറയാനുള്ളൂ. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുക, അതാ സുവിശേഷം എന്ന് പറയുക. ആ സുവിശേഷത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാറല്ല. ഈ പ്രശ്നം തീർക്കണമെങ്കിൽ എനിക്ക് ഒരു വ്യവസ്ഥയേ ഉള്ളൂ, അയാൾക്കത് കൊടുത്തേക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, 3 മാസത്തിനുള്ളിൽ ആ ചേട്ടൻ 17-ന് 20 സെന്റ് നിങ്ങൾക്ക് തിരിച്ചു തരും. അതെങ്ങനെയാച്ചോ? നിങ്ങളൊന്ന് കൊടുത്തു നോക്കും. വികാരിച്ചനും എന്റെ അഭിപ്രായത്തോട് യോജിച്ചു. അവസാനം മനസ്സില്ലാ മനസ്സോടെ ത്യാഗി നേർന്ന് അവർ സമ്മതിച്ചു. കൊടുത്തേ, എന്നാ കൊണ്ടുപോയി മുടിയട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഈ ചേട്ടൻ എന്റെ അടുത്ത് വന്നു. അച്ഛൻ എന്നാ പ്രാർത്ഥനയല്ലിട്ടാണ് ആ സ്ഥലം തിരിച്ചു തന്നു. അത് കിട്ടിയ അന്ന് മുതൽ എനിക്ക് ഗതികേട്. കാരണം ഈ ചേട്ടന്റെ 1 കോടിയോളം രൂപ ഈ 2 മാസത്തിനുള്ളിൽ പോയി കിട്ടി. ഇയാള് ആകെ അസ്വസ്ഥനായി വന്നു. ഞാൻ പറഞ്ഞു, ഇയാൾ തിരിച്ചു കൊടുത്തേക്ക് പള്ളിക്കാരിപ്പം മേടിക്കുന്നില്ലെന്നോ, ഇയാൾക്ക് എന്തോ ദോഷം കിട്ടുന്നെന്ന് കണ്ടതോടെ പള്ളിക്കാർ പറഞ്ഞത് അവനിരിക്കട്ടെ. ഇതെന്താ ചോദിച്ചത്? ഞാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്ക് ഒരു മന്ത്രം അറിയത്തില്ല, ഞാൻ ഒരു പ്രാർത്ഥന ചെല്ലിയിട്ടൊന്നും അല്ല ചെയ്യും. പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പാറേപ്പള്ളി കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടിയാണ് ചെന്നപ്പോഴ് ഒരു ചേട്ടൻ വന്ന്, എന്റെ അച്ഛാ, ഒരു പ്രായമായ അച്ഛൻ അതിയാന്റെ ഒടുക്കത്തെ ശാപം ഞങ്ങളുടെ കുടുംബം തകർത്ത് കളഞ്ഞ അച്ഛൻ. അച്ഛന്മാര് ശപിക്കുവോ? അച്ഛൻ ശപിക്കുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ അങ്ങനെ ശപിക്കാൻ ഒരു വരവുമില്ല. അച്ഛൻ ശപിച്ചാൽ ഒരു വിശ്വാസിക്ക് യേശുവോ? മനസ്സിലായി? കാക്ക ബ്രാഗിയ പോത്തിയാകിയല്ല എന്നൊരു പ്രമാണം എന്ന് പറഞ്ഞതുപോലെ അച്ഛന്മാര് ശപിച്ചാൽ വിശ്വാസികളെ നിങ്ങൾക്കത് ഏശിയേല. കാരണം അച്ഛൻ അങ്ങനെ ഒരു വരം ദൈവം കൊടുത്തിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരന്തം ഉണ്ടാകുന്നത്? ആളുകൾ പറയുന്നത് അച്ഛന്റെ ശാപം. ഒരിക്കലും അച്ഛന്മാര് ശപിച്ചിട്ടല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദുരന്തങ്ങൾ പലപ്പോഴും ഉണ്ടാകും. മറിച്ച് തിരുസഭയ്ക്കെതിരായി, കൂദാശകൾക്കെതിരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരന്തം ഉണ്ടാകും. എനിക്ക് തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ മരണത്തിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനും ഉത്തരവാദിയാണെന്ന് മനുഷ്യർ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാല്, ഒരിക്കലും ഷോർട്ട് അനൗൺസ്മെന്റ്, കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പള്ളിയിലേക്ക് പോകാനായിട്ട് നമ്മൾ ഈ ടോയ്ലറ്റിന്റെ എക്സിറ്റിലൂടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയാണ്. അപ്പോൾ നമുക്ക് 2-3 അച്ഛന്മാരിപ്പോൾ പത്തരയോടുകൂടി കുമ്പസാരിപ്പിക്കാൻ ആരംഭിക്കും. അപ്പോൾ കുറേശ്ശെ പേര് പോയിട്ട് കുമ്പസാരിച്ചു. താങ്ക് യു. യെസ്, കുമ്പസാരത്തിന് പുറകുഭാഗത്തു നിന്നുള്ള കുറച്ച് പേര് വീതം എഴുന്നേറ്റ് പോയാൽ മതി. അപ്പോൾ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയാണ്, നിങ്ങൾക്കറിയാം. കണ്ണൂർ ജില്ലയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഈ പാർട്ടിക്കാര് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല്, എന്റെ ഈ പ്രോഗ്രാം തടയാൻ വേണ്ടി, ഞങ്ങളുടെ പള്ളി നടത്തിയൊരു പരിപാടി തടയാൻ വേണ്ടി കുറച്ച് പിള്ളേരെ പറഞ്ഞു. ആ പിള്ളേരിൽ ഒരുത്തൻ വന്ന് എന്റെ കൈക്ക് കയറി പിടിച്ചു. കൈ പിടിച്ച് തിരിക്കാൻ ശ്രമിച്ചു. എന്റെ കൈ അങ്ങനെ തിരിയൊന്നുമില്ല എന്ന് എന്റെ ശരീരം കണ്ടാൽ നിങ്ങൾക്കറിയാം അല്ലേ? എനിക്കൊന്നും സംഭവിച്ചില്ല. ആ കൊച്ചൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ അവനോട് പറഞ്ഞു, മാനെ അങ്ങനെ ഒന്നും ചെയ്യരുത്, അതൊന്നും നല്ലതല്ല, ഇത്രയൊക്കെ പറഞ്ഞു. ഗതികേടെന്നല്ലാണ്ട് എന്ത് പറയാം. 3 ദിവസം കഴിഞ്ഞു അതേ സ്ഥലത്ത് വെച്ച് ഈ കൊച്ച് ഒരു അപകടത്തിൽ ലോറിയേന്ന് വീണ് മരിച്ചു. മരിച്ചപ്പോൾ നമ്മുടെ ആളുകൾ അവരെല്ലാം കഥ പറഞ്ഞു, ഇതാ ആ അച്ഛന്റെ ശാപം കിട്ടിയതാണ്. മനസാ വാച കർമ്മണ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ള സത്യം. പക്ഷേ
അവന്റെ മരിച്ചടക്ക് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. അവന്റെ വീട്ടിൽ പോയി അവരെല്ലാം എന്നെ എന്തോ പിശാചിനെ കാണുന്ന പോലെ അവരുടെ കൊച്ചിനെ കൊന്നയിച്ച് വന്നവൻ എന്ന മട്ടും ഞാനന്ന് വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയി. ഞാൻ പള്ളിമേടയിൽ ചെന്നു, ഈശോയുടെ അടുത്ത് ചെന്നിരുന്നു. പള്ളിയിൽ ചെന്നിരുന്ന് കർത്താവിനോട് സങ്കടം പറഞ്ഞു, എന്റെ ഈശോയെ, നീ ഇങ്ങനെ ചെയ്ത് ശരിയായി. ആ പാവം കൊച്ചിനെ കൊന്നിട്ട് എന്നാ കിട്ടും? 10-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ പ്രായത്തിന്റെയും കഴിച്ച മദ്യത്തിന്റെയും ഉപദേശിച്ച നേതാക്കന്മാരോടുള്ള വിധേയത്വത്തിന്റെയും ഒക്കെ പേര് കാണിക്കുന്ന ഒരബദ്ധം തിരിച്ചറിയാൻ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് അവനോട് ഒരു വിരോധമില്ലല്ലോ ഈശോ. പക്ഷേ നീ എന്തിനാ ആ കൊച്ചിനെ കൊന്നു? ആ കൊച്ചിന്റെ മരണത്തിന് ഞാനാ ഉത്തരവാദി എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നില്ലേ? ആ രാത്രിയിൽ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നൊരു ആധ്യാത്മിക രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സംഭവം ഇതാ. ആ രാത്രിയിൽ ഈശോ പറഞ്ഞു തന്ന, മകനെ മണ്ട, നീ എന്താ വിചാരിച്ചത്? ഞാനാണ് ആ കൊച്ചിനെ കൊന്നത്? അല്ലേ അല്ല. ആ കുഞ്ഞിനോട് എനിക്ക് ഒരു വിരോധവുമില്ല. പിന്നെ ആരാ ഈശോ ആ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി? ആ കൊച്ചിന്റെ മരണത്തിന് ഉത്തരവാദി പിശാച്. അതെന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇതാ. കുരിശ് ഈശോ മിശിഹ പിശാചിനെ പരാജയപ്പെടും. ഇല്ലേ? കുരിശ് മിശിഹ പിശാചിനെ പരാജയപ്പെടും. മിശിഹായോട് തോറ്റ പിശാച് അവനറിയാം, ഇനിമേൽ തനിക്ക് മിശിഹായെ തോൽപ്പിക്കാനാവില്ല. പകരം പിശാച് എന്ത് ചെയ്തു? കുരിശിലെ ബലിയിലൂടെ ഈശോ മിശിഹ സ്വന്തമാക്കിയ ദൈവജനത്തെ ആക്രമിക്കുക പിശാചിന്റെ തൊഴിലായി. പിശാച് ദൈവമക്കളെ ആക്രമിക്കും എന്നറിയാവുന്നത് കൊണ്ട് ഈശോ മിശിഹ ചെയ്തു എന്താ? പിശാചിന്റെ അക്രമത്തിൽ നിന്ന് ദൈവമക്കളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്റെ തിരുശരീരമായ തിരുസഭയെ ഈശോ സ്ഥാപിച്ചു. പിശാച് ക്രിസ്ത്യാനികളെ മാത്രമേ ആക്രമിക്കൂ. മനസ്സിലായോ? എനിക്ക് അടുത്ത കാലത്ത് വെളിപ്പെട്ട് കിട്ടിയൊരു സത്യം. പിശാചിന് ഈ ക്രിസ്ത്യാനികളോട് മാത്രമേ കഴിയുള്ളൂ. ബാക്കി ആരോടും പിശാചിന് ഒരു ദേഷ്യവും. കാരണം എന്താന്ന് ചോദിച്ചാൽ അവരെല്ലാം ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ അവരുടെ ആളുകളായതുകൊണ്ട് ഈ ക്രിസ്ത്യാനികളോടാണ് പിശാചിന് തീർത്താ തീരാത്ത പണം. അവിടെ നോക്കി എവിടെയെല്ലാം പീഡനങ്ങൾ, മതവർദ്ധനങ്ങൾ വന്നു ക്രിസ്ത്യാനിക്കെതിരെയായി. കാരണം എന്താ? പിശാച് മിശിഹായോട് കുരിശിൽ തോറ്റവനാണ്. അവന് തനിക്കേറ്റ പരാജയത്തിന് പ്രതികാരം ചെയ്യണമെങ്കിൽ മിശിഹായോട് തനിക്ക് പ്രതികാരം ചെയ്യാനാവില്ല. പിശാചിനറിയാം. മറിച്ച് അവൻ പ്രതികാരവുമായി ഇറങ്ങിയിരിക്കുന്നത് കുരിശിൽ ഈശോ മിശിഹ ആരെയെല്ലാം തന്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത് രക്ഷിച്ചോ അവർക്കെതിരായിട്ടാണ് പിശാചിന്റെ പ്രതികാരം എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ അറിയുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഈ പിശാച് ദൈവമക്കളെ തകർക്കുക, നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് സർവാത്മന പരിശ്രമിക്കും. എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാല്, ഈ തിരുസഭയാകുന്ന സംരക്ഷണ കോട്ടയിൽ വിശ്വസ്തയോടെ നമ്മൾ വ്യാപരിക്കുന്നിടത്തോളം കാലം പിശാചിന് നമ്മളെ തോൽപ്പിക്കാനാവില്ല. As long as you are leading a faithful, sincere, ecclesial life, the Satan can never ever attack you. But once you are turning against the church, once you are leaving up the sacramental life, then you become vulnerable to the attacks of Satan. അപ്പോൾ ഈ പിശാചിന്റെ അതിക്രമങ്ങൾക്ക് ഇരയായി. പലപ്പോഴും സംഭവിക്കുന്നത് സഭയാകുന്ന ഈ സംരക്ഷണ കോട്ട ഒരു വ്യക്തി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ
അവനെ ഒരുപക്ഷെ പിശാചിന്റെ പിടിയിൽ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഒരുവൻ കൂദാശ ജീവിതം ഉപേക്ഷിച്ചു, പള്ളി പോക്കില്ല, പ്രാർത്ഥനയില്ല, ഈശോയോട് ഒരു ബന്ധവുമില്ല, തിരുസഭയെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്തരം വ്യക്തികൾ they are easily prone to the attacks of Satan. അവർ പിശാചിന്റെ അതിക്രമങ്ങൾക്ക് ഏത് നേരവും അപകടത്തിൽ. പൗരോഹിത്യത്തെ, വിശുദ്ധ കുർബാനയെ, കൂദാശകളെ നിന്ദിച്ച് ഒരു വ്യക്തി ജീവിക്കുമ്പോഴും എന്താണ്, ഈ സംരക്ഷണ കോട്ടയിൽ നിന്ന് ഒരുവൻ സ്വമേധയാ വെളിയിലേക്ക് വരിക. ഈ കോട്ടയ്ക്കുള്ളിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നവനെ പിശാചിനെ പിടിക്കാൻ പറ്റില്ല. മറിച്ച് ഈ സഭയാകുന്ന സംരക്ഷണ കോട്ടയ്ക്ക് വെളിയിലേക്ക് ഒരുവൻ സ്വമേധയാ ഇറങ്ങി വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവനെ ഏത് നിമിഷവും പിശാചിനെ തകർക്കാൻ പറ്റും. അടുത്ത കാലത്ത് കണ്ണൂരെ പ്രസിദ്ധനായ ഒരു സൈക്യാട്രിസ്റ്റ് എന്നെ വിളിച്ചു. അയാൾ ഒരു അക്രൈസ്തവൻ. ഇയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഫാദർ, ഐ ഹാവ് എ പേഷ്യന്റ്. Even though I had been treating him for the past 6 months, there is no progress at all. I don't know what is wrong with him. He belongs to your religion and he has gone to Sabarimala once. And all this problem has arose out of this pilgrimage. I think this is to do something with your religion. നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട എന്തോ വിഷയമാണ്. ഞാൻ അതുകൊണ്ട് അവനെ ഫാദറിന്റെ അടുത്തേക്ക് വിടും. അവിശ്വാസിയാണ്, സൈക്യാട്രിസ്റ്റ്. ഈ മനുഷ്യൻ എന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് മാതാപിതാക്കളുടെ കൂടെ ഈ ചെറുപ്പക്കാരൻ. മാതാപിതാക്കൾ പറഞ്ഞു, എന്റെ അച്ഛാ, എത്രയോ ലക്ഷം മനുഷ്യരാ ശബരിമലയ്ക്ക് പോകുന്നു, ഈ ചെക്കന് മാത്രം എന്നാ പറ്റും? അവൻ മലയിലേക്ക് പോകാൻ വേണ്ടി മാലയിട്ടു, കറുത്ത മുണ്ടെടുത്തു, കുറിയിട്ട്, നോമ്പ് തോറ്റ് അക്രൈസ്തവരുടെ കൂടെ അവനും പോയി. കൗതുകത്തെ പ്രതി പോയതായിരിക്കും. പക്ഷേ തിരിച്ചു വരുന്ന വഴിക്ക് ഇവൻ പിച്ചുപ്പേയും പറയാൻ തുടങ്ങി. ഇവന്റെ വെളിവ് നഷ്ടപ്പെട്ടു, ഇവന് മാനസിക അസ്വസ്ഥത. ഇതാണ് പ്രശ്നം. എന്തായിരിക്കും ഇതിന്റെ കാരണം? ആ അമ്മ എന്നോട് ചോദിച്ചു, ഇവന്റെ അമ്മ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനം ഹെബ്രായ ലേഖനം 10:27. അതിങ്ങനെയാണ്: ഒരിക്കൽ പ്രകാശം സ്വീകരിച്ചവൻ അത് നഷ്ടമാക്കിയാൽ അവനെ രക്ഷിക്കാൻ മറ്റൊരു ബലി ഈ ഭൂമിയിലില്ല എന്നറിഞ്ഞുകൊള്ളുക. ഒരിക്കൽ പ്രകാശം സ്വീകരിച്ചവനെ അത് നഷ്ടമാക്കിയാൽ അവനെ രക്ഷിക്കാൻ മറ്റൊരു ബലിയില്ല എന്നറിഞ്ഞുള്ളൂ. ആ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു, അവനോട് പറഞ്ഞാൽ തിരിയുന്ന പ്രായം, അവനോട് മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു, അല്ലയോ മാതാപിതാക്കളെ, പ്രകാശം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിക്കുക എന്നാണ്. ആദിമസഭയുടെ നിലപാടാണ് പ്രകാശം സ്വീകരിക്കുക, മാമോദീസ സ്വീകരിക്കുക എന്നാണ്. ഈ മാമോദീസ അതുകൊണ്ടാണ് ഇപ്പോഴും മാമോദീസയുടെ നേരത്ത് തിരികെത്തിച്ച് കൊച്ചിന്റെ കൊടുക്കും, അല്ലേ? പ്രകാശം സ്വീകരിക്കും. പ്രകാശം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷിക്കാൻ, ആ പ്രകാശം ഒരുവൻ ബോധപൂർവം നഷ്ടമാക്കിയാൽ പിന്നെ അവനെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ മറ്റൊരു ബലിയില്ല എന്നറിഞ്ഞുകൊള്ളുക എന്ന വചനം പറയും. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ പറഞ്ഞു വരുന്ന സത്യം എന്ത് എന്ന് ചോദിച്ചാൽ, തിരുസഭയിലെ അംഗങ്ങള് തിരുസഭയോട് ചേർന്ന് കൂദാശ ജീവിതത്തിൽ വളരുന്നില്ല എങ്കിൽ മറ്റേതൊരു ജനതയേക്കാളും ദുർഭകരായ മനുഷ്യരായി നമ്മൾ മാറിപ്പോകുന്നു. സംശയമുണ്ട് എങ്കിൽ കൂദാശ ജീവിതം ഉപേക്ഷിച്ച നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെ നിങ്ങൾ നോക്കൂ. യൂറോപ്പും അമേരിക്കയും ഒക്കെ കൂദാശ ജീവിതം ഉപേക്ഷിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? സാധാരണ വിശ്വാസമില്ലാത്ത മനുഷ്യര് പോലും തെറ്റ് എന്ന് കരുതുന്നവയ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണ്.
ഗേ മാര്യേജ്. ഷിക്കാഗോയിൽ ധ്യാനത്തിന് ചെന്നപ്പോ ഒരു അമ്മ മകനെയും കൊണ്ടു. മകനെ കുറിച്ച് അമ്മയ്ക്ക് ഭയങ്കര ആദിയാണ്. നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് 10-30 കൊല്ലം മുമ്പ് നേഴ്സിംഗും പഠിച്ച് ഇവിടെ വന്നൊരു ചേടത്തി. ആ ചേടത്തി ഡബിൾ ഡ്യൂട്ടിയും ചെയ്ത് കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്നപ്പോ ഇതാ ഈ ചെറുപ്പക്കാരൻ അവന്റെ കൂടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാത്തപ്പോ അമ്മ ചോദിച്ചു, എന്തിനാണ് ഇവനെ പറഞ്ഞു വിടാത്ത? ഇവന് വീടൊന്നുമില്ല, ഇവരിവിടെ താമസിക്കുന്നു. ഇവൻ പറഞ്ഞു, എന്തിനു പറഞ്ഞു വിടണം? ഞാൻ അവനെ വിവാഹം ചെയ്തു. ഈ മലയാളി നേഴ്സ് അമ്മയ്ക്ക് ഇതൊരിക്കലും മനസ്സിലായത്. നീ എങ്ങനെയാണ് ആ ചെറുക്കനെ വിവാഹം ചെയ്യുക? Yes, by law it is permitted, mother. Mom, you don't know anything. I have married him. ഈ അമ്മ തലയെ കൈവച്ച് കണ്ണു തള്ളിച്ചു. അവനെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നേക്ക് എന്റെ അടുത്ത്. ഞാൻ ആ കൊച്ചിന്റെ നേരെ തിരിഞ്ഞതേ ഉള്ളൂ, അവൻ എന്നോട് പൊട്ടിത്തെറിച്ചു. Father, it is none of your business. Yes. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ലഭിച്ചവൻ, പ്രകാശം കിട്ടിയവൻ അതിനെ ഊതിക്കെടുത്തിയാൽ, ഈശോ മിശിഹ തന്ന രക്ഷയെ തള്ളിക്കളഞ്ഞാൽ പിന്നെ നമ്മെ രക്ഷിക്കാൻ മറ്റൊരു വിധിയില്ല എന്നോ. അതുകൊണ്ട് ഞാൻ പറയും, ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൃപയുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ചലഞ്ചിങ് ആയ ജീവിതം. കൂദാശകളെ ഒരുവൻ അവഗണിച്ച് ജീവിച്ചാൽ, തിരുസഭയെ നിഷേധിച്ച് ജീവിച്ചാൽ, അത് അപകടത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയും. ആ സത്യം നമ്മൾ തിരിച്ചറിയും. അല്പം കൂടി ലളിതമായ ഉദാഹരണം പറഞ്ഞ് ഞാൻ വ്യക്തമാണ്. ചെറുപ്പത്തില് വീട്ടിലെ കോഴിക്കൂട് അടയ്ക്കുക എന്ന പണി എനിക്ക്. കോഴിക്കൂട് നിങ്ങൾ ഇവിടുത്തെ പിള്ളേരോടൊക്കെ പറഞ്ഞ് മനസ്സിലായി. നാട്ടിൽ നിന്ന് വന്നവർക്കറിയാം കോഴി വളർത്തുക കൂടൊക്കെ ഉണ്ട് അല്ലേ. ഒരു 5-10 കോഴിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്. കോഴിക്കൂട് അടയ്ക്കുക എന്റെ പണി. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ കോഴികളിൽ ഒരു 1-2 എണ്ണം എന്ന് പറഞ്ഞാൽ എരണങ്ങളുടെ കോഴികൾ. ഇത് നിങ്ങൾ കൂട്ടിക്കേറി അടയ്ക്കാൻ ചെല്ലുമ്പോൾ ഇത് ഓടി പറത്താൻ പ്ലാവയിലോട്ട് നമുക്ക് പ്ലാവയിൽ കയറാൻ പറ്റും. അതിനെ ഓടിച്ച് കല്ലെറിഞ്ഞ് ഓടിച്ചാല് അത് അടുത്ത മരത്തിലോട്ട് പറയും. കൂട്ടിക്കേറി അവസാനം ഞാൻ തീരുമാനിക്കും അത് അവിടെ ഇരിക്കും. ഞാൻ കൂടടച്ചേച്ച് കയറിപ്പോ. അമ്മ ചോദിക്കടാ, എല്ലാരെയും കയറ്റിയിട്ടാണോ കൂടടച്ചത്? കേറിയെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ് ഞാൻ തടിയുള്ളൂ. പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ കാര്യങ്ങൾക്ക് തീരുമാനമാണ്. എന്നാന്ന് ചോദിച്ചാല്, ഈ പാതിരാ കഴിയുന്ന നേരത്തെ ഒരു നിലവിളി കേട്ടു. ഈ കൂട്ടി കയറാത്ത കോഴിയെ കുറുക്കൻ വന്ന് പിടിച്ചതാണ്. കുറുക്കന്റെ വായിലിരുന്ന് ഈ കോഴി നിലവിളിച്ച് കാറിക്കൊണ്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ നിലവിളി നേരത്തെ ഇല്ലാണ്ടാകും. കാരണം ഞാൻ കോഴി കുറുക്കന്റെ വയറ്റിലെത്തിക്കും. ഞാന് കട്ടിലേ കിടന്ന് കൂറിച്ചിരിക്കും അനുഭവിച്ചിട്ട്. വാസ്തവത്തിൽ ഇത് തന്നെയാ സംഭവിക്കുക. മിശിഹാ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിയ സംരക്ഷണത്തിന്റെ കോട്ടയാണ് തിരുസഭ എന്ന് പറഞ്ഞതുപോലെ ഈ കോഴിക്കൂടിനുള്ളിൽ വിശ്വസ്തയോടെ കയറിയിരുന്ന കോഴിയെ കുറുക്കന് പിടിക്കാൻ പറ്റിയത്. വൺസ് യു ആർ കീപ്പിംഗ് യുവർസെൽഫ് അവേ ഫ്രം ദിസ് ഹോളി കമ്മ്യൂണിയൻ ഓഫ് ദ ചർച്ച്, യു ബിക്കം വൾനറബിൾ ടു ദി അറ്റാക്സ് ഓഫ് സാറ്റൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ തിരുസഭയോട് ചേർന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സിറോ മലബാറുകാര് ഈ ഭൂമിയിൽ മറ്റാരേക്കാളും അനുഗ്രഹീതമായൊരു സംഭവം. നമ്മൾ എവിടെ ചെന്നാലും കുർബാന, കുമ്പസാരം, കൂദാശകൾ അത് വിട്ടേച്ചൊരു പരിപാടിക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് മേൽഗതി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം അത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കാർന്നവന്മാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു വലിയ വിശ്വാസം, അതാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കേണ്ട സത്യം. മൈ ഡിയർ ചിൽഡ്രൻ, ദിസ് ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ടു ബി
a faithful member of the Holy Catholic Church, to be regular in the reception of the sacrament. അതിൽ വീഴ്ച വരുത്തുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വലിയ അപകടങ്ങളിൽ ചെല്ലുകയാണ്. സമാഗമ കൂടാര അനുഭവം എന്ന് പറയുന്നതാണ്. അതൊരച്ഛന്റെ ശാപമല്ല. ഒരച്ഛനും ആരെയും ശപിക്കാൻ അവകാശമില്ല. അങ്ങനെ ശപിച്ചാൽ പിന്നെ ആ മനുഷ്യൻ അച്ഛനാണെന്ന് പറയുന്നതിൽ എന്താർത്ഥമായിരിക്കും? ഞങ്ങൾ വൈദികർക്ക് ദൈവം തന്നത് മനുഷ്യരെ ആശീർവദിക്കാനും അനുഗ്രഹിക്കാനുമുള്ള അധികാരവും ആർക്കും ദോഷം വരാനോ ശപിക്കാനോ ഉപദ്രവിക്കാനോ ഉള്ള അധികാരം ഞങ്ങൾക്കില്ല. പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഈ ഒരു സമാഗമ കൂടാര അനുഭവം എന്ന് പറയുന്നത് സഭയോട് ചേർന്ന് നിൽക്കും. സഭയോട് ചേരുക എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം എന്നീ കൂദാശകളിലൂടെ തിരുസഭയിൽ വിശ്വസ്തതയുടെ ജീവിതം നയിക്കുക. ശരിക്കും നമ്മൾ അനുഗ്രഹീതരാണ്. ഒരു ഞായറാഴ്ച കുർബാന പോലും മുടക്കാതെ ശുശ്രൂഷ സഭയിൽ ഒഴിവാക്കാൻ മേലാത്ത കാരണങ്ങളാൽ ഒരു ഞായറാഴ്ച കുർബാന മുടങ്ങിപ്പോയാൽ പകരം തൊട്ടടുത്ത ദിവസത്തെ ഒഴിവുള്ള ദിവസത്തിൽ വന്ന് കുർബാന കണ്ടതിന് പകരം കാഴ്ച തിരുസഭയോട് ചേർന്ന് ജീവിക്കുക എന്നത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ വരപ്രസാദത്തിനുള്ള ദൈവകൃപയ്ക്കുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എഴുന്നേറ്റ് സഭയോട് ചേർന്ന് നിൽക്കുക എന്നതാണ് വരപ്രസാദത്തിനുള്ള കൃപാവരത്തിനുള്ള ഏറ്റവും അനുഗ്രഹീതമായ മാർഗം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പി ചിന്തിക്കുക. മൂന്നാമത്തെ തലമായി നമ്മൾ മനസ്സിലാക്കി മന്ന അനുഭവം. എല്ലാം ദൈവം തന്നതാണ്. ജീവിതത്തിൽ ദൈവം തരാത്തതൊന്നും എനിക്കില്ല. എന്റെ ജീവിത പങ്കാളി, മക്കൾ, എന്റെ ജോലി, എന്റെ ആരോഗ്യം, എന്റെ സമ്പത്ത് എല്ലാം ദൈവം തന്നതാണ്. അവയെല്ലാം ദൈവാനുഗ്രഹങ്ങളാണ്. ദൈവം തന്നവയിൽ എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അതും ദൈവദാനം. ഈശോയെ, അങ്ങ് തന്നവയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയതാണ് ഏകവും പരിശുദ്ധവും സൈഹികവും സാർവത്രികവുമായ തിരുസഭ എന്ന വലിയ സത്യം ഞങ്ങളെ പഠിപ്പിച്ചു. സഭയോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ പിശാചിന് യാതൊരു അവകാശവുമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. തിരുസഭയോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെല്ലാ കൃപാവരങ്ങളാലും നിറയുന്ന വ്യക്തികളാകും. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ടവരെ, തിരുസഭയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കാൻ ഇടവന്ന് ഞങ്ങൾ വൈദികർ കുറവും പരിമിതികളുമുള്ളവർ. ഞങ്ങളല്ല തിരുസഭ എന്നത്. തിരുസഭ എന്നത് ഈശോ മിശിഹായ. ആ മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നിങ്ങളും വൈദികരും മെത്രാനച്ചനും മാർപ്പാപ്പായും അടങ്ങുന്ന എല്ലാ സഭാംഗങ്ങളും. നമുക്കെല്ലാം കുറവുകളുള്ളവരും. കുറവില്ലാത്ത ക്രിസ്തുവിനോട് നാം ചേരുമ്പോൾ നാമം തിരുസഭയുടെ ഭാഗമാണ്. സഭയെ, കൂദാശകളെ അവഗണിച്ച് ജീവിക്കാൻ ഇടവന്നിട്ടുള്ള, വൈദികരെ നിന്ദിക്കാൻ ഇടവന്നിട്ടുള്ള എല്ലാ അവസ്ഥകളെ, അനുഭവങ്ങളെ ഓർത്ത് തിരുമുമ്പിൽ മാപ്പി ചോദിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ
എല്ലാ കുറവുകളിലേക്കും കർത്താവിന്റെ വലിയ കൃപയുടെ അനുഗ്രഹം ഒഴുകി വരാൻ വേണ്ടി ദൈവം തന്ന അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാതെ സ്വാർത്ഥമായി സ്വന്തം കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിച്ച നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് തിരുസഭയ്ക്കെതിരായി ചെയ്ത എല്ലാ കുറവുകളെയും ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡകളെ ഓർത്ത് പിതാവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് 5 തവണ നാം ഇപ്പോൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അതിദാരുണമായ പീഡകളെ ഓർത്ത് പിതാവേ ഞങ്ങളോട് ലോകം മുഴുവനോടും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ 5 തിരുമുറിവുകൾ മനസ്സിലോർക്കുക. വലത് കൈയില്, ഇടത് കൈയിൽ, അവിടുത്തെ വലത് കാലില്, ഇടത് കാൽപാദത്തിൽ ഏറ്റ കഠോരമായ മുറിവുകൾ. അവസാനം പടയാളികൾ ഒരുവൻ തിരുവിലാവ് തുളച്ചുകൊണ്ട് കുന്തം കുത്തിയിറക്കിയപ്പോഴുണ്ടായ മുറിവ്. അങ്ങനെ 5 തിരുമുറിവുകളെ നമ്മൾ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധിക്കുന്നവരെല്ലാം കുരിശാകൃതിയിൽ കൈവിരിച്ചു പിടിക്കുക. ക്രൂശിതനോട് നമ്മളെ തന്നെ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു പാടാം നമുക്ക്. എല്ലാവരും പൈശാചിക ശക്തികളെ അങ്ങയുടെ മക്കളുടെ മേൽ പിടിമുറുക്കുന്ന സകല തിന്മയുടെ ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. അശുദ്ധിയുടെ ആത്മാക്കളെ ഈശോയുടെ തിരുനാമത്തിൽ ബന്ധിതമായി ഈ ദൈവമക്കളിൽ നിന്ന് പുറത്തു പോവുക. ദിവ്യാസക്തിയുടെ, അവിശ്വസ്തതയുടെ,
വ്യഭിചാരത്തിന്റെ സകല തിന്മയുടെ ശക്തികളെ, മദ്യപാനത്തിന്റെ പിശാചേ, യേശുനാമത്തിൽ നിന്നെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. ഈ കരുണയുടെ ജപമാല ചൊല്ലിയപ്പോൾ പലരിൽ നിന്നും തിന്മയുടെ ശക്തികളെ ഈശോ എടുത്തു നീക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുകയുണ്ടായി. വിശിഷ്യ മദ്യപാനം. ചെറുപ്പക്കാരായ പലരും ചുമ്മാ വെള്ളം അടിക്കുന്നവരുണ്ടെന്നാണ് കർത്താവ് കാണിക്കുന്നത്. പല മദ്യപാനം, അത് നിങ്ങളെ അങ്ങനെ മദ്യപാനികൾ എന്നൊന്നും വിളിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. പക്ഷേ മദ്യപിക്കുന്ന 6-7 പേരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് ഏതെങ്കിലും വിധത്തിൽ കർത്താവ് അടയാളവും കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് അവര് പ്രകാശം കിട്ടിയവരത് ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ രക്ഷിച്ചെങ്കിൽ ആ രക്ഷയിൽ ജീവിക്കും. മനസ്സിലാകും? അതിനെ പിന്നെ തള്ളിക്കളഞ്ഞിരുന്നാൽ പിന്നെ ആരാ നമ്മളെ രക്ഷിക്കാനുള്ളത്? ഈശോ രക്ഷകനാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ രക്ഷ തമ്പുരാൻ തന്നാൽ അത് അനുഭവിച്ചോളൂ. അതാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ. പാപത്തിന്റെ വഴിയെ, സഭയെ ഉപേക്ഷിച്ച് പാപത്തിന്റെ വഴിയെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഇതാണ് ഈ ഇന്നത്തെ രണ്ടാമത്തെ ചിന്തയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മളിങ്ങനെ പാപം ചെയ്യാൻ തുടങ്ങി എന്താ സംഭവിക്കും? ഇതാണ് വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് സിൻ. ഒരു വ്യക്തി പാപം ചെയ്ത് ജീവിച്ചു തുടങ്ങുന്നു. ആൻഡ് വാട്ട് ഈസ് എവൻച്വലി അവൈറ്റിംഗ് ഹിം. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു. അവരുടെ ആ കഥയിൽ നിന്ന് തന്നെ തുടങ്ങിക്കുന്നു. ആദവും ഹവ്വായും പാപം ചെയ്തു. ഒരു നാള് ഹവ്വ തോട്ടത്തിൽ ഉലാത്തുമ്പോൾ പിശാച് ഹവ്വായുടെ പുറകെ വന്നു. പിശാചിനെ കുറിച്ച് നമുക്കൊരു വലിയ തെറ്റിദ്ധാരണ. എന്നാന്ന് ചോദിച്ചാൽ പിശാച് മകാ മുരഞ്ഞ് മെനകെട്ട ജീവിയാണ്. പിശാചിനെ മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ കണ്ടു അല്ലേ? പിശാചിനെ സ്റ്റേജിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം അനുധാരികൾ ആവശ്യമുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ വേണം പിശാചിനെ രംഗത്ത് അവതരിപ്പിക്കാൻ നിങ്ങൾക്കറിയാം. ഇതെല്ലാം വേണം. 2 കൊമ്പ് പിശാചിനെ രംഗത്ത് അവതരിപ്പിക്കാൻ ആവശ്യമുള്ളതാണ്. 2 കൊമ്പ്. പിന്നെയോ വാല്, ലുട്ടാപ്പിയുടെ കൂട്ട് ഒരു വാല് പിശാചിന്. പിന്നെയോ കരി വാരിട്ടേക്കണം. സായിപ്പ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിശാച് കറുത്തായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരും ഒക്കെയാണ് പിശാചിനെ കാണിക്കാൻ വേണ്ടി. അവൻ പറയാൻ നുണയാ, പാവം പൊട്ടന്മാര് നമ്മളിത് വിശ്വസിച്ച് കരി വാരിട്ടേ. തുറിച്ച കണ്ണും തെറിച്ച നാക്കും തേറ്റായും ഒക്കെ ഫിറ്റ് ചെയ്താൽ ഒറിജിനൽ പിശാചായി എന്ന് നമ്മുടെ വിചാരം, ഇല്ലയോ? പക്ഷേ സാക്ഷാൽ പിശാചിരുന്ന് ഊറിച്ചിരിക്കും നമ്മുടെ ഈ മേക്കപ്പ് കാണും. കാരണം എന്താന്ന് ചോദിച്ചാല് പിശാച് അതീവ സുന്ദരൻ, പിശാച് അതീവ സുന്ദരിയോ. സംശയമുണ്ടോ നിങ്ങൾക്ക്? പിശാച് എന്ന് പറയുന്നത് പ്രലോഭകനാണ്. ഈസ് ദ പെരേനിയൽ സെഡ്യൂസർ, അല്ലേ? അവന് നിത്യമായ പ്രലോഭകനാ പിശാച്. ആരെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകുന്ന? ചേട്ടന്മാരോട് ചോദിക്കും. നിങ്ങൾക്ക് ആരെ കാണുമ്പോഴാണ് പ്രലോഭനം ഉണ്ടാകുന്ന? കൊമ്പും പാലും തേറ്റായും ഉള്ള ഒരു ചേട്ടത്തിയെ കാണുമ്പോൾ ഏതെങ്കിലും ചേട്ടന് പ്രലോഭനം ഉണ്ടാകാറുണ്ടോ? ഉണ്ടാവോ? പുരാതന ഇതൊക്കെ എവിടെ മരമാണ് എന്നേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. ആരും അതിൽ പ്രലോഭനം ഉണ്ടാകില്ല. ശരിയല്ലേ? നിങ്ങൾക്ക് ആരെ കണ്ടപ്പോഴാണ് പ്രലോഭനം ഉണ്ടായത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. Then you will realize that the Satan will always appear in the best of all possibilities. അല്ലേ? ചേട്ടത്തിമാരോട് ചോദിക്കുന്നുണ്ട്, തിരിച്ചു വ്യത്യാസമായി. ചേട്ടത്തിമാർക്ക് ഇങ്ങനെ പ്രലോഭനമൊന്നും ഉണ്ടാകാറില്ല. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രലോഭനം ഉണ്ടായെങ്കിൽ അത് ആരെ കണ്ടപ്പോഴാണ് ഉണ്ടായത്?
ഹൗവായിക്ക് പ്രലോഭനം ഉണ്ടായത് ആദത്തേക്കാളും സുന്ദരനായിട്ട് പിശാചി വന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വ്യാഖ്യാനം. ആദത്തേക്കാൾ, കാരണം പിശാചി നല്ല 6 പാക്ക് മസിലൊക്കെയുള്ള ചെറുപ്പക്കാരനായിട്ട് പിശാചി വന്നു. ആദെന്ന് പറയുന്ന ഒരു സിംഗിൾ പായ്ക്കാണ്. സിംഗിൾ പായ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഊത്തവേറേ ഉള്ളൂ, അതാണ് സിംഗിൾ പായ്ക്ക്. സിംഗിൾ പായ്ക്കുകാരനെയും 6 പായ്ക്കുകാരനെയും കണ്ടപ്പോൾ ഹൗവായിക്ക് ആരോട് താല്പര്യം തോന്നി? 6 പായ്ക്ക് പിശാചിനോട് താല്പര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിലും അതൊരു സത്യമാണ്. പിശാച് നമ്മളെ തേടി വരുന്നത് നമുക്ക് ഏറ്റവും പ്രിയതരമായവയുടെ രൂപത്തിലായി. ഒരു സംശയവും. He knows what is your weakness. ഏത് രൂപത്തിൽ നിന്റെ അടുത്ത് വന്നാലാണ് നിന്നെ തോൽപ്പിക്കാൻ പറ്റുന്നത് എന്ന് പിശാചിനറിയാം. And he will appear before you in the very form itself. പിശാച് വരും എന്ത്? നിന്റെ ബലഹീനത അറിഞ്ഞുകൊണ്ട് അതേ രൂപത്തിൽ സാത്താൻ നിന്നെ തേടി വരുന്നത് തിരിച്ചറിയാൻ പലപ്പോഴും നിനക്ക് കഴിയാതെ പോകുന്നു എന്നതാണ് ഇല്ലേ? പിശാച് വന്ന് പഴം കാണിച്ചു കൊടുത്തു, ഹൗവ അത് പറിച്ചു തിന്നു, കെട്ടിയവനും കൊണ്ട് കൊടുത്തു, അവനും തിന്നു. ഇനിയാണ് കഥ. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണ് എന്നവർക്ക് മനസ്സിലായി. പാപത്തിന്റെ ഒന്നാമത്തെ ദുരന്തം. വാട്ട് ഈസ് ദ വെരി ഫസ്റ്റ് കോൺസിക്വൻസ് ഓഫ് സിൻ? യു ബിക്കം നേക്കഡ്. നീ നഗ്നനാകുന്നു എന്ന ബൈബിൾ പറയും. നഗ്നത എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ഭാഷയിൽ അടിമത്തം എന്നാണ്. യു ആർ എൻസ്ലേവ്ഡ് ടു സൈറ്റൻ. നീ പിശാചിന്റെ അടിമയാണ്. കാരണം ബൈബിൾ എഴുതപ്പെടുന്ന കാലത്ത് രാജഭരണം. ഒരു രാജാവ് വേറൊരു രാജ്യത്തെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ തോറ്റ രാജ്യത്തിലെ പ്രജകളെല്ലാം വിജയിച്ച രാജാവിന്റെ അടിമകൾ. അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടു. അടിമ എന്ന് പറഞ്ഞാൽ അടി മേടിക്കുന്നവനാണ്. അടിമേടിക്കും. അടി കൃത്യം ചന്തിക്ക് തന്നെ കിട്ടണമെങ്കിൽ അവൻ തുണി കൊടുക്കാൻ പാടില്ല. അന്ധകാലത്തെ തുണി എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ തൊലിയും കൊണ്ടുള്ള തുണിയാണ്. ആ തുണിയെ അടിച്ചാൽ വല്ല യേശുവോ? ഇല്ല. അതുകൊണ്ട് അടിമയായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവന്റെ തുണി അഴിച്ചു മാറ്റും. പകരം ഇല പറിച്ച് തുന്നി നാണം മറയ്ക്കും. പട്ടയിലയോ വാഴയിലയോ തൂശനിലയോ ഒക്കെ പിടിച്ച് അത്യാവശ്യം നാണം മറയ്ക്കും. ഇതാണ് നാട്ടിൽ. അവർ അത്തിമരത്തിന്റെ ഇലകൾ കൂട്ടിത്തുന്നി അരക്കച്ച ഉണ്ടാക്കി എന്ന ആദത്തെയും ഹൗവായെയും കുറിച്ച് പറയുമ്പോൾ that is a clear indication that these first parents had been made slaves. അവർ അടിമകളായി. ആരുടെ അടിമ? പിശാചിന്റെ. പാപം ചെയ്താൽ സംഭവിക്കുന്ന ഒന്നാമത്തെ ദുരന്തം ഇതാണ്. മനുഷ്യൻ പാപത്തിന്റെ അടിമയായി തീരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനെ കൊണ്ട് പറ്റാത്ത അവസ്ഥ. മനസ്സിലാവും? നിങ്ങൾ ആലോചിച്ച് നോക്കിയ മദ്യപിക്കുന്ന സഹോദരങ്ങൾ, മദ്യപാനം ഒരു അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇതാ, ഈ അടിമത്വം ഇല്ലേ? നമ്മൾ കുറെ ദിവസങ്ങളെ കുടിച്ചു, പിന്നെ കുടിക്കാതിരിക്കാൻ മേലാത്തൊരു തോന്നും. ഏത് പാപത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? എവരിതിങ് ബിക്കംസ് ആൻ അഡിക്ഷൻ അല്ലേ? അൽഫോൻസ് ഗോരിയെ പോലെയുള്ള സഭാപിതാക്കന്മാര് പറഞ്ഞു തരുന്ന സത്യമുണ്ട്. ഒരു പാപം 30 തവണ കൂടുതൽ ആവർത്തിച്ച് ചെയ്താൽ അതിന് നീ അടിമയായി തീരും എന്നാണ് അല്ലേ? എണ്ണി നോക്കിയാൽ നമ്മൾ 3000 ചെയ്തവര് പിന്നെ എന്ത് ചെയ്യും അല്ലേ? അതായത് അൽഫോൻസ് ഗോരിയെ പോലെയുള്ള വലിയ ആത്മീയ വിശുദ്ധര് പറഞ്ഞു തരുന്നത്, once you repeat a sin more than 30 times in your life, it is all the more likely that those sins become addictions of your life. ഏതാണെങ്കിൽ ഈ അടിമത്തം. ചില കുടിയന്മാര് പറയും, എന്റെ അച്ഛോ ഞാൻ അങ്ങനെ മദ്യപാനിയൊന്നുമല്ല കേട്ടോ, എനിക്ക് എപ്പം വേണേലും നിർത്താവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഒരു 30 തവണയെങ്കിലും നിർത്തിയിട്ടുണ്ടെന്ന്. 30 തവണ അറിയാൻ നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ടാ? പുള്ളിയെ കൊണ്ട് നിർത്താൻ മേലാഞ്ഞുകൊണ്ടല്ലേ? ചിന്തിച്ചു നോക്ക്. യെസ്, ചുമ്മാ അവകാശവാദം പറയാന്നേ ഉള്ളൂ. പാപത്തിൽ നിന്ന് സ്വയമേവ രക്ഷപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുക.
പാപം മനുഷ്യനെ അടിമയാണ്. ഒരു ക്ലാസിക്കൽ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഞാനൊരു പള്ളി വികാരിയായിരുന്നപ്പോൾ അവിടുത്തെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, സ്കൂളിലും പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്. ഈ സാറിനെ കുറിച്ച് ആളുകൾ എന്നോട് പരദൂഷണം പറഞ്ഞു. സാറ് രാത്രി ചൂട്ടും മിന്നിച്ചൊരു വീട്ടിൽ പോകുന്നു, ഇതാണ് പറയുന്നത്. ഈ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും രഹസ്യമായിട്ട് പറഞ്ഞു. ചൂട്ട് മിന്നിച്ചതെന്നും പറഞ്ഞാൽ അവർക്കൊന്നും തിരികെയില്ല. അപ്പോൾ ഈ ചൂട്ടും കത്തിച്ച് ഇവരൊരു വഴിക്ക് പോകും, ഇതാണ് പ്രശ്നം. ആളുകൾ പറഞ്ഞ് ഞാനെങ്കിലും വിശ്വസിച്ചില്ല, ആ മനുഷ്യനൊരു നല്ല സാറാണ്, അയാൾ അങ്ങനെയൊന്നും പോയില്ലാന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചു, പാരീഷ് കൗൺസിലിൽ ഒരിക്കൽ എന്നോട് വഴക്കുണ്ടാക്കിയ ആളുകൾ, അച്ഛനെന്നെ അയാളെ ഇത്ര പേടിയാണ്, അയാളെ വിളിച്ചത് ചോദിച്ചാൽ കുഴപ്പം, ഇയാള് തലവഴിത്തരം തന്നെയാ കാണിക്കും, ശരിയല്ല. ഞാൻ പറഞ്ഞു, അയാൾ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്കൊരു ഉറപ്പുമില്ല. ഞാൻ ആ മനുഷ്യനെ വിളിച്ച് ഇങ്ങനെ അപമാനകരമായ ഒരു ചോദ്യം ചോദിക്കുന്നു. മനുഷ്യന്റെ സൽപ്പേര് കളയാൻ പാടില്ല. അപ്പോൾ ഈ മനുഷ്യര് വീണ്ടും കലഹത്തിലായി. അങ്ങനെയാണ് ഞങ്ങളുടെ സൺഡേ സ്കൂളിലേക്ക് പിള്ളേരെ വിടുന്നില്ല, ഇയാളെ പഠിപ്പിക്കുന്നെങ്കിൽ ഞങ്ങൾ പിടിയാണ്. ആളുകൾ ഇങ്ങനത്തെ കുറെ സമ്മർദ്ദ തന്ത്രങ്ങളുണ്ട് ആളുകളിൽ. വിചാരിച്ചിന് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, ഞാൻ വൈകിട്ട് അയാളോടൊന്ന് ചോദിക്കാം. ഞാൻ ഈ സാറിനെ വിളിച്ചു വരുത്തി ഒരു രാത്രി. ഞാൻ സാറിനോട് ഒത്തിരി എക്സ്ക്യൂസ് പറഞ്ഞു. സാറിനെ ഞാൻ തെറ്റിദ്ധരിച്ചെന്നൊന്നും സാറ് വിചാരിക്കരുത്, ദയവ് ചെയ്ത് സാറ് എന്നെ കുറിച്ചൊന്നും വിചാരിക്കരുത്. ഞാൻ അങ്ങനെ സാറിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ലെങ്കിലും സാറിനെ കുറിച്ച് നാട്ടുകാർ പറയുന്ന ഒരു പരദൂഷണം സാറൂടെ അറിയണമല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ടല്ലോ, സാറ് ചൂട്ടും മിന്നിച്ച് അതിലേക്ക് പോകുന്നതായിട്ട്. നേരമാണോ സാറേ അത്? അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇതാ എന്റെ ചോദ്യം. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ സാറ് പറഞ്ഞു, ശരിയാച്ചാ ഞാൻ പോകുന്നുണ്ട്. ദൈവമേ, സാറിന് 10-18 വയസ്സുള്ള പെൺപിള്ളേരെ അടക്കം മക്കളും. സാറ് സ്കൂളിൽ എത്രയോ പിള്ളേരെ പഠിപ്പിക്കും, വേദപാഠം പഠിപ്പിക്കും. സാറിന് എന്തിന്റെ കേടാണ്? എനിക്ക് സഹിക്കാൻ മേലാത്ത സങ്കടമായി. ഞാൻ ആ മനുഷ്യനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ. പക്ഷേ ഈ സാറ് പറയും, സാറിനെ മനുഷ്യന് പിടിച്ചു കെട്ടിയിട്ട് തന്നോടും ഇങ്ങനെ പോയാൽ. ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു, എന്റെ അച്ഛൻ പറയുന്നതിനേക്കാളും വലിയ പ്രശ്നമെന്ന് എനിക്കറിയാം. എന്റെ കുടുംബം തകരും, എന്റെ ജോലി പോകും, എന്റെ സർവ്വതും നശിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ താൻ എന്തിനീ പണിക്ക് പോകുന്നേ? എന്റെ അച്ഛൻ മേലാൽ അങ്ങോട്ട് പോകരുത് എന്ന് വിചാരിച്ച് ഞാൻ തീരുമാനിച്ചിട്ട പോലും. പക്ഷേ എന്താന്ന് അറിയത്തില്ല, ആ നേരമാകുമ്പോ അറിയാതെ എഴുന്നേറ്റ് പോകും. പാപം അടിമത്വമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Sin is always slavery, my dear ones. Once you are surrendering yourself for any sin, you are enslaved to that sin. ചൂണ്ടേ മീൻ കൊത്തിയതുപോലെ. മീൻ വലിയ ഗമയെ തോട്ടിക്കടയും പുഴയക്കടയൊക്കെ ഇങ്ങനെ വാലും നടുവും മിന്നിച്ചു പോകും. പക്ഷെ എന്നത് ചൂണ്ടയെ കൊത്തിയോ ചൂണ്ട വിഴുങ്ങിയോ പിന്നെ മീനിന്റെ സ്വാതന്ത്ര്യം തീർന്നു. ചൂണ്ടക്കാരൻ വലത്തേക്ക് വലിച്ച വലത്തേക്ക്, ഇടത്തേക്ക് വലിച്ച ഇടത്തേക്ക്, അന്തരീക്ഷത്തിൽ പോക്കിയ അന്തരീക്ഷത്തിൽ ചട്ടി കൊണ്ടിട്ട് അവിടെ തീർന്നു മീനിന്റെ സ്വാതന്ത്ര്യം. ശരിയല്ലേ? പാപം ചെയ്തവൻ പിശാചിന്റെ ചൂണ്ടയെ കുരുങ്ങിയ മീൻ പോലെയാണ്. പിശാച് നിന്നെ എങ്ങോട്ട് വലിച്ചോ, എപ്പോൾ വലിച്ചോ, എത്ര വട്ടം വലിച്ചോ, അവിടെ പോയേ നിനക്ക് പറ്റൂ. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് സിൻ. ഒരു പാപം ചെയ്ത് വെച്ചിട്ടൊന്നും സംഭവിക്കാത്ത മട്ടിൽ നമുക്ക് പോരാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. എവറി സിൻ ദാറ്റ് വി കമ്മിറ്റ് ഇൻ അവർ ലൈഫ് ഈസ് എ ലയബിലിറ്റി, ഈസ് എ സ്ലേവറി by which you will lose your freedom eternally. അതാണ് പാപത്തിന്റെ ഒന്നാമത്തെ ദുരന്തമായി ബൈബിൾ പറയുക. പാപം ചെയ്ത മനുഷ്യ, നിന്റെ സ്വാതന്ത്ര്യം നിനക്ക് നഷ്ടമായി. ഇനിമേൽ നീ എന്ത് ചെയ്യണം, എന്ത് പറയണം, എല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? That's the problem with the sin. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ അടിമകളായി കഴിഞ്ഞാൽ പിന്നെ ഒരു നന്മയും അവരുടെ ചെവിയിലേക്ക്. നിങ്ങളുടെ പിള്ളേര്
യൂത്തായി കഴിയുമ്പോൾ നല്ല കാര്യങ്ങൾ മാതാപിതാക്കളെ എത്ര പറഞ്ഞു കൊടുത്താലും ചില പിള്ളേര് ചെവി കൊണ്ട് കേട്ടതായിട്ട് പുല്ലുപോലെ തള്ളിക്കളയും. മാനെ പള്ളിയിൽ പോകുന്നില്ലേടാ എന്ന് ചോദിച്ചാല് he doesn't care about it. ഇല്ലേ? കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അതിന്റെ ഉത്തരം ഇതാണ്. വൺസ് they have surrendered themselves to Satan, പാപത്തിലൂടെ പിശാചിന്റെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ ദൈവീകമായതിനോട് അവർക്ക് പുച്ഛമാണ്. ഇതൊരു യാഥാർത്ഥ്യം. അതാണ് രണ്ടാമത്തെ സത്യം. ഒന്ന്, അവൻ പിശാചിന്റെ അടിമയാകുന്നു. രണ്ട്, അവന് ദൈവീകമായ എല്ലാത്തിനോടും അകലം ഉണ്ടാകും. തോട്ടത്തിൽ ബൈബിളിലെ അടുത്ത വാചകം 3-ാം അധ്യായം 7-ാം തിരുവചനം. തോട്ടത്തിൽ ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ ആദവും ഹവ്വായും ഭയന്ന് മരങ്ങൾക്കിടയിൽ പോയി ഒളിച്ചു എന്ന വചനം. ദൈവ സാന്നിധ്യം, പ്രാർത്ഥന വെറുപ്പും അരോചകവുമായിട്ട്. ഇതാണ് പാപത്തിന്റെ രണ്ടാമത്തെ ദുരന്തം എന്ന് പറയുന്നത്. Whoever is committing a sin will be keeping themselves away from God always. അവർക്ക് ദൈവ സാന്നിധ്യം സന്തോഷകരമായ ഒരനുഭവമേ ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു പള്ളി ധ്യാനത്തിന് ചെന്നപ്പോൾ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛാ, ഇവിടെ ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിജ്ഞ എടുത്തേക്ക് ഈ വികാരിച്ചൻ സ്ഥലം മാറിപ്പോകാതെ പള്ളി കയറിയല്ല. ഇതാണ് ചേട്ടന്റെ പ്രതിജ്ഞ. വികാരിച്ചൻ അവനെ എങ്ങനെയായാലും ഒന്ന് തിരിച്ച് പള്ളി കയറ്റും. ഇതാണ് എന്നോട് പറഞ്ഞത്. ഈ വികാരിച്ചന്റെ സ്വഭാവം എനിക്കറിയാം. കാരണം ഞങ്ങൾ ഒരു രൂപതക്കാർ അച്ഛന്മാരായതുകൊണ്ട് എനിക്കറിയാം. ഈ അച്ഛൻ ദുർവാസാവിന്റെ കുടുംബത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂക്ക തരിശുണ്ട് ഇതിനെ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് പൊട്ടിത്തെറിക്കുന്ന അച്ഛൻ. ഞാൻ പറഞ്ഞ ഇങ്ങേര് വേണ്ടാതിനും എല്ലാം എന്നോട് വിളിച്ചു പറഞ്ഞാണ് അത് മനസ്സ് മുറിവേറ്റിട്ട് പള്ളി വരാത്തതായിരിക്കും. വിചാരിച്ചൻ പറഞ്ഞു, ശരിയാ, പള്ളിമേടെ പണിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തമ്മിലൊന്ന് ഉടക്കിയാലും കണക്ക് അവതരിപ്പിക്കാൻ കൂടിയത്, പള്ളിമേടയുടെ കണക്ക് അവതരിപ്പിക്കാൻ കൂടിയ പൊതുയോഗത്തില് വിചാരിച്ചൻ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതാ ഈ ചേട്ടൻ എഴുന്നേറ്റു. എന്റെ അച്ഛോ, ഇത്രയും വലിയൊരു പള്ളിമേട വേണം അച്ഛൻ ഒരാൾക്ക് താമസിക്കാൻ? ഇത് ധൂർത്ത ആഡംബരം, തോന്നിയാസം. അച്ഛൻ പറഞ്ഞടാ, പള്ളിമേട എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരാൾ താമസിക്കുക മാത്രമല്ല, അതിനകത്ത് പല ഓഫീസുകളുണ്ട്. മുകളിലത്തെ നില മുഴുവൻ ഭക്തസംഘടനകളുടെ ഓഫീസാണ്. നീ എന്തറിഞ്ഞോണ്ടേ വഴക്കുണ്ടാക്കും? തന്നെ ഒരു 50 കൊല്ലത്തേക്ക് വേണ്ടി പള്ളിമുറി പണിയും. അതായത് 50 കൊല്ലത്തെ ആവശ്യമൊക്കെ കണ്ട് പണിയും വെച്ച് മുഴുത്തതായിട്ട് പണിതാണ്. ഞാൻ ഒരു മുറിയിലേ കിടക്കുന്നുള്ളൂ. നീ വിചാരിക്കുന്ന പോലെ ഞാൻ ഓരോ മുറി മാറി കിടക്കുന്നുണ്ട്. പക്ഷേ ഇവ പെട്ടുകൊടുക്കുക 50 കൊല്ലം കഴിഞ്ഞെങ്കിൽ പേടിപ്പിക്കാതെ വെച്ചോ. 50 കൊല്ലം കഴിയുമ്പോൾ അച്ഛന്മാര് പെണ്ണ് കെട്ടുമോ? പിള്ളേരുണ്ടാവും. എങ്ങനെ 50 കൊല്ലം കഴിയുമ്പോൾ ഇതിലും വലിയ മേടയുടെ ആവശ്യം? ഓ, നമ്മുടെ അച്ഛന്റെ സമസ്ത നിയന്ത്രണമുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞു, കണക്കനോട് പറഞ്ഞു, എല്ലാ അച്ഛന്മാർക്കും അറിയാവുന്ന ഒരു സത്യമുണ്ട്. പിരിവ് കൊടുക്കാൻ കുറഞ്ഞു പോയവരാണ് അഭിപ്രായം കൂടുതലായിട്ട് പറയുന്നത്. ഇവിടേക്കും അല്ല കേട്ടോ, വളരെ വിദൂര ദേശത്തിന്റെ കാര്യമാണ്. പിരിവ് കുറഞ്ഞു പോയി എന്ന അഭിപ്രായം എങ്കിലും കുറയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് അവരിങ്ങനെ അഭിപ്രായം, ഈ അഭിപ്രായം പറയാൻ ഈ ചേട്ടൻ മിടുക്കനാണ്. ചേട്ടനോട് വിചാരിച്ചൻ പറഞ്ഞു, കണക്കനോട് പറഞ്ഞു, എടുക്കടാ വീതപ്പിരിവിന്റെ ബുക്ക്. ഇവരെന്നാ തന്നേന്ന് നോക്കാം. വീതപ്പിരിവിന്റെ ബുക്ക് എടുത്തു നോക്ക്. പുത്തരി തിരുനാൾ ഫസ്റ്റ് ഫ്രൂട്ട് ഫീസ്റ്റ് എന്നാ വന്നു? 100 രൂപ. അത്രേ ഉള്ളൂ. ശരിയാണോ? ശരിയാ. പിന്നെയോ കരോൾ പിരിവ്. നാട്ടിലൊന്നും അത് കാണിയല്ല, മലബാറിലൊക്കെ ഉണ്ട്. ഉണ്ണീശോയെ കൊണ്ട് വീടുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പിരിവാണ് കരോൾ പിരിവ്. എത്ര രൂപ? 100 രൂപ. പിന്നെയോ പിന്നൊന്നും ഇല്ലച്ചോ, ആകെ 200 രൂപയെ കൊടുത്തിട്ടുള്ളൂ. വിചാരിച്ചൻ അവനെ 6 അടിച്ചു. വിചാരിച്ചൻ പറഞ്ഞു, എടാ 200 രൂപ കൊടുത്തവൻ അതിന്റെ വാ വിളിച്ചാൽ മതി, 2 ലക്ഷത്തിന്റെ വായൊന്നും വിളിക്കണ്ട. ഇരിടാ. അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. എങ്കിലും നിവൃത്തിയിലെ നീതിമാൻ എന്ത് ചെയ്യും? അച്ഛനവനെ ഇരുത്തി.
അവൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ എന്റെ വഴിക്ക് പോകുക, അച്ഛൻ പോയിട്ടല്ലാതെ ഞാൻ ഈ പള്ളിയിൽ കയറുന്നില്ല. ഉടനെ അച്ഛൻ പറഞ്ഞു, നീ കയറിയില്ലേ, ആർക്കെന്ത് കയറും, പോയി നിന്റെ പണി നോക്കണം. കുന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ ഈ പാവം ആത്മാവിനെ ഈ വികാരിച്ച് നഷ്ടപ്പെടും. പക്ഷെ ഈ പെട്ടെന്ന് ചൂടാകുന്നവര് പെട്ടെന്ന് തണുക്കും, അല്ലേ? പെട്ടെന്ന് ചൂടാകുന്ന കെട്ടിയവന്മാരുള്ള ഭാര്യമാര് ഭാഗ്യവതികളാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, തണുത്ത് കഴിയുമ്പോൾ പുള്ളി അത് പരിഹരിക്കാൻ വേണ്ടി സർവ വിധത്തിലും പരിശ്രമിക്കും, അല്ലേ? ഒരിക്കലും ചൂടാകാത്ത നിർഗുണന്മാരായ കെട്ടിയവന്മാരുള്ളവർക്ക് ആ കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവർക്ക് അങ്ങനെ യാതൊരു വികാര വിചാരങ്ങളുണ്ട്. ഈ ചൂടായ അച്ഛൻ തണുത്തു. വൈകുന്നേരമായപ്പോ ഫോൺ വിളിച്ചപ്പോ മറ്റേ ചേട്ടൻ പാലക്കാരനാണ്. ഔദ്യോഗിക ഭാഷയിൽ തന്നെ പൂരം ഒരു കാലിച്ചാക്ക് തെറി ഇങ്ങോട്ട് വിളിച്ചു. അച്ഛന് മനസ്സിലായി ഇയാള് ഫോണിൽ തീരിയ. പിറ്റേന്ന് രാവിലെ കുർബാന കഴിഞ്ഞപ്പോ അച്ഛൻ മഠത്തിൽ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഇന്ന് ഈ കാപ്പി കൊടുത്തു വിടണ്ട, ഞാനൊരു വീട്ടിൽ പോകുന്നുണ്ട്, അവിടുന്ന് കുടിച്ചോളാം. അച്ഛൻ കുർബാന കഴിഞ്ഞ് കൊടയൊക്കെ എടുത്ത് ആ വീട്ടിലേക്ക്. അച്ഛനെ തിണ്ണെ പോലും കയറ്റാതെ ഈ മനുഷ്യൻ ചീത്തയും തെറിയും പറഞ്ഞു കുടിച്ചു. അച്ഛന് ഭയങ്കര വിഷമമാണ്. തിരിച്ചു വന്ന അച്ഛൻ മഠത്തിലോട്ട് വിളിച്ചു, കാപ്പി കളഞ്ഞില്ല എങ്കിൽ ഇങ്ങോട്ടും കൊടുത്തു വിട്ടേക്കില്ല. കാപ്പി കിട്ടി. 5 കൊല്ലം അച്ഛൻ നോക്കി ഈ മനുഷ്യൻ അടുക്കുന്നത്. അങ്ങനെയാണ് ധ്യാനഗുരുവായ എന്നെ പറഞ്ഞോളൂ. അച്ഛന്റെ ആത്മാർത്ഥത കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് പോയി നോക്കാം. അച്ഛൻ എന്നെ വീട് കാണിച്ചു തന്നിട്ട് ഓടി രക്ഷപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, എന്നെ കണ്ടാൽ വീണ്ടും തരുമോ? ഞാൻ കോളിംഗ് ബെൽ അടിച്ചു. വലിയ ബംഗ്ലാവ് പോലത്തെ വീടാണ്. മണി അടിച്ചപ്പോ കഥക് തുറന്നത് ഒരു കൊച്ചു പയ്യനാണ്. 3-ഓ 4-ഓ പഠിക്കുന്ന ഒരാൾ വെച്ച്. അവൻ എന്നെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും അവൻ സ്തുതിയില്ല. അച്ഛോ ഈശോമിശിയെ സ്തുതിയായിരിക്കും. എനിക്ക് മനസ്സിലായത് മനുഷ്യവാസമുള്ള വീടാണ്. ഞാൻ അകത്ത് കയറിയിരുന്നു. ചേട്ടൻ വന്നെ കയറ്റി ഇരുത്തിയില്ലല്ലോ എന്ന് പേടിച്ച് ഞാൻ ബലമായി കയറിയിരുന്നു. മുകളിൽ നിന്ന് മകൻ ചെന്ന് അപ്പനോട് പറഞ്ഞിട്ട് അപ്പൻ ചവിട്ടി തെറിപ്പിച്ച് ബഹളം വെച്ച് വരുന്നുണ്ട്. അച്ഛനോ? ഏതച്ഛൻ? എന്തിനാ വന്നു? എന്നെ കണ്ടു. അച്ഛൻ ഏതാ അച്ഛോ? ചേട്ടത്തി എനിക്ക് വേണ്ടി മധ്യസ്ഥം പറഞ്ഞു. അയ്യോ, ഈ അച്ഛൻ ടിവികളൊക്കെ വരുന്ന അച്ഛനാന്ന്. ടിവികൾ വരുന്നതിന് ആർക്കെന്നാ എണ്ണം? ഇയാൾ എന്തിനാ ഈ നടന്നു കയറി വന്നത്? അതാ എനിക്കറിയേണ്ടത്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ പള്ളി ധ്യാനത്തിനോ വന്നത്. ചേട്ടൻ വഴക്കുണ്ടാക്കും. ധ്യാനത്തിനോ? ധ്യാനം പള്ളിയിലല്ലേ വെച്ചു? ചേട്ടനെ പള്ളി കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അതറിയാൻ വേണ്ടിയാ ചോദിച്ചത്. അത് ഞാൻ പിരികേറ്റി വിട്ടതാണോ അല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. ചേട്ടാ ഇത്രയും കാലമായിട്ട് വഴക്ക് കൂടുന്നു, മതി, നമുക്ക് നിർത്തി. ഇന്നുകൊണ്ട് അനുരഞ്ജനപ്പെടും. ഞാൻ ചേട്ടനോട് അനുരഞ്ജനം ആരോട്? നിങ്ങൾ ഈ കത്തനാന്മാരെല്ലാം ഒരേ വണ്ടിക്ക് കിട്ടിയ കാളകളല്ലേ? അച്ഛൻ അറിയാനെ ന്യായീകരിക്കാൻ വന്നതെന്ന് എനിക്കറിയാം. അല്ല, വികാരിച്ചൻ ക്ഷമ പറയാൻ തയ്യാറാണ്. ചേട്ടൻ സമ്മതിക്കുമെങ്കിൽ ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കാം. വിളിക്ക്. എനിക്ക് അയാളോട് രണ്ടുകൂടെ പറയണമെന്നുണ്ട്. ഇത്രയും അഹങ്കാരമുള്ള ഒരു മനുഷ്യൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടു. ഞാൻ പിന്നെ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ചേട്ടത്തി ഇടപെട്ടു. ചേട്ടത്തി പറഞ്ഞു, എന്റെ മനുഷ്യനെ, അച്ഛൻ ഇന്ന് ഇവിടം വരെ വന്നതല്ലേ, നമുക്കിത് ഇവിടെ ഒന്ന് സംസാരിച്ച എന്നാ കുഴപ്പം? ചേട്ടൻ ആ ചേട്ടത്തിയെ തെറികൊണ്ട് അഭിഷേകം പറഞ്ഞത് ചേട്ടത്തിയാണെങ്കിൽ ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വഴക്ക് കൂടണ്ട, ഞാൻ പോയേക്കാം. അതായിരിക്കും നല്ല വെച്ചു. ഞാൻ മിറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ചേട്ടനെ പുറകെ ഇറങ്ങി വരുന്നു. മിറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ചേട്ടനെ തിണ്ണമിടിക്ക് എനിക്ക് പേടിക്കേണ്ട കാര്യം. ഞാൻ ധൈര്യമായിട്ട് ചേട്ടനെ കൺഫ്രണ്ട് ചെയ്തു. ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ വായിക്കൊള്ളാത്ത വലിയ ഡയലോഗൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ചേട്ടനെ കണ്ടിട്ട് അതിനുള്ള ശേഷിയില്ലല്ലോ. ശേഷിയോ? എന്നാച്ചോ കുറവ്? ചേട്ടൻ 10-60 ഏക്കർ സ്ഥലമുണ്ട്, ബംഗ്ലാവ് പോലെ വീടുണ്ട്, 3-4 പിള്ളേരുണ്ട്, എല്ലാ രംഗത്തും ചേട്ടൻ ശേഷിയുണ്ട്. പിന്നെ എന്നാ ഈ ശേഷിക്കുറവ്? അതെ, ചേട്ടനെ പള്ളി കയറ്റണമെന്ന് ഈശോ വിചാരിച്ചാൽ നാളെ 4 മണിക്ക് ചേട്ടൻ കയറിയിരിക്കും. അതെങ്ങനെയാ? അതോ നാട്ടുകാരെല്ലാം കൂടെ വന്ന് ചേട്ടനെ കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടിച്ച് മൂക്കിനകത്ത് മഞ്ഞയൊക്കെ വെച്ച് നല്ല ഷൂ ഒക്കെ ഇട്ട് പെട്ടിക്കകത്ത് കിടത്തി പട്ടിനകത്ത് പൊതിഞ്ഞ് കൊട്ടിപ്പാടിയും കൊണ്ടുവരും.
ചേട്ടന് ധൈര്യമുണ്ടോ ആനവാദിക്കൽ എത്തുമ്പോൾ നിർത്തണ അവിടെ ഈ കത്തനാര് പോകാതെ കയറിയല്ലാന്ന് പറയാൻ? പിന്നെന്തിനാണോ മനുഷ്യ ഈ വായു കൊള്ളാത്ത വർത്തമാനം പറയും? ചേട്ടനൊന്ന് ഞെട്ടി. ഞാൻ ചേട്ടനെ പേടിപ്പിക്കാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഞാൻ മനഃപൂർവ്വം ഉദാഹരണം പറഞ്ഞേ, പാപിക്ക് ആകെ കൂടിയുള്ള ഒരേ ഒരു ഭയം മരണഭീതിയാണ്. വേറൊരു പേടിയും പാപിക്കും. മരണഭീതി, അതിനെ ഞാൻ ചൂഷണം ചെയ്ത് ഞാൻ സമ്മതിക്കും. ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛനോട് ഒരു കാര്യം എനിക്ക് പറയാം, ആയോ? ചേട്ടന്റെ മുകളിലത്തെ മുറിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി കഥകടച്ച് കുറ്റിയും. ഇയാൾ എന്നെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമാണോ എന്ന് എനിക്കൊരു സംശയം തോന്നിയെങ്കിലും ദൈവം സഹായിച്ച് എനിക്കും സമർത്ഥമായ ഒരു ശരീരമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഭയമൊന്നും എനിക്ക്. ചേട്ടന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛാ, ഞാൻ പള്ളിയിൽ പോകാത്ത വികാരിച്ചോട് പിണങ്ങിയിട്ടൊന്നും. ആ അച്ഛൻ ഈ ഇടവകെ വന്നതിലെ ഏറ്റവും മിടുക്കൻ അച്ഛനാണ്. ഇത്തവണ ഞെട്ടിയത് ഞാനാ. പിന്നെ ചേട്ടൻ എന്തിനാ അച്ഛനെ ഇത്രയും നാളെ തെറി പറഞ്ഞോണ്ട്? അതെ, എനിക്ക് പള്ളിയിൽ പോകാൻ മേലച്ച. അതുകൊണ്ട് ഞാൻ ഒരു ന്യായം കണ്ടുപിടിച്ചു. എന്നാ പറ്റിയ? ചേട്ടന് അയലോകത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ചേട്ടത്തിയുടെ അടുത്ത് പോയി ഒരു അക്കൗണ്ട് ആരംഭിച്ചു. അത് പിള്ളേർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ചേട്ടൻ അങ്ങനെ ഒരു അക്കൗണ്ട് ആരംഭിച്ചു. ഇത് കഴിഞ്ഞേച്ച് പള്ളിയിൽ പോയാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വികാരിച്ചന്റെ പ്രസംഗത്തെ വികാരിച്ചൻ എപ്പോഴും പറയും പാപത്തിനെതിരെയാണ് വികാരിച്ചന്മാർ പ്രസംഗം. പാപം എന്ന് പറഞ്ഞ അച്ഛന്റെ 1 നമ്പർ ഉദാഹരണം വ്യഭിചാരം എന്നച്ഛൻ ഒരു പ്രത്യേക ആക്സെന്റിൽ എന്ന് പറയും. ഈ അച്ഛൻ അതല്ലാണ്ട് ഒരു പാപം ഉദാഹരണം പറയും. വ്യഭിചാരം എന്നങ്ങ് പറയും. ഈ ചേട്ടൻ പറയും, എനിക്കത് ചങ്കിനിട്ട് തൊഴി കിട്ടുന്ന പോലെ 2-3 തവണ ഈ ചേട്ടൻ പള്ളിക്കകത്ത് തലയിറങ്ങി. ചുഴലിയാണെന്ന് ആളുകൾ വിചാരിക്കും. ചുഴലിയൊന്നുമല്ല, ചേട്ടന്റെ പ്രശ്നം ഇതാണെന്ന് ചേട്ടനല്ലേ അറിയത്തുള്ളൂ. ആരോടെ പറയാൻ പറ്റും? പള്ളി പോയ ഈ അച്ഛന്റെ പ്രസംഗവും ഉദാഹരണവും മാറിയായി ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് ചേട്ടൻ പള്ളിയിൽ പോകാതിരിക്കാൻ കണ്ടുപിടിച്ചൊരു ന്യായം എന്താണ്? ഇതാ. ഈ മനുഷ്യൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ശരിയാണ്, പാപം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് പള്ളി, കുർബാന, ദേവാലയം, ആത്മീയത ഇതൊന്നും താല്പര്യമില്ലാത്ത വിഷയമായി. മനസ്സിലായോ? നിങ്ങളുടെ ചേട്ടൻ ഒരു ദിവസം പള്ളി വരാതെ മടി പിടിച്ചിരിക്കുന്ന കണ്ടാ ഉടനെ അയാൾ ഇതും കഴിഞ്ഞ് ചിരിക്കുകയാണ് എന്നൊന്നും ചോദിച്ച് കലാപുണ്ടാക്കാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് എന്തോ പ്രശ്നാധികാരമുണ്ട് എന്നുള്ളത് ഊഹിക്കും. മനസ്സിലായോ? യെസ്, once we are surrendering ourselves to sin, then everything divine, everything spiritual, everything ecclesial will be abominating to us. അവയെല്ലാം നമുക്ക് താല്പര്യമില്ലാത്ത വസ്തുതകളായി തീരുന്നു എന്നുള്ളതാണ് പാപത്തിന്റെ രണ്ടാമത്തെ ദുരന്തം. പിശാചിന്റെ അടിമ അവന് ദൈവീകമായതിനോട് താല്പര്യം നഷ്ടമാകും. വീണ്ടും മൂന്നാമത്തെ ദുരന്തം. എന്താണ് മൂന്നാം ദുരന്തം എന്ന് ചോദിച്ചാൽ, ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം ചോദിച്ചു, തിന്നരുതെന്ന് പറഞ്ഞ മരത്തിന്റെ പഴം നീ തിന്നല്ലേ? ഉടനെ അവന്റെ മറുപടി എന്താ? ഞാനൊന്നും അല്ല തിന്നത്, നീ എനിക്ക് കൂട്ടിന് കൊണ്ടുവന്ന് തന്ന ആ സാധനം അവളാണ് തന്നത്, ഞാൻ തിന്നേ ഉള്ളൂ. നീ കൂട്ടിന് കൊണ്ടുവന്ന സ്ത്രീ എന്നാണ് POC ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ. ഹീബ്രു ശരിക്കറിയാവുന്നവർക്കറിയാം, അതങ്ങനെ സ്ത്രീ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂട്രൽ പ്രോനൗൺ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ കൃത്യം ട്രാൻസ്ലേറ്റ് ചെയ്താൽ നീ കൊണ്ടുവന്ന ആ സാധനമെന്നോ ആ ഭൂതം എന്നോ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതിനു മുമ്പ് അവൻ ഹവ്വായെ കണ്ടപ്പോ പറഞ്ഞ എന്താ? തേനേ, പാലേ, പൂവപ്പഴമേ, വരിക്കപ്ലാവേ, കണ്ണിന്റെ ആപ്പിള്, അസ്ഥിയുടെ അസ്ഥിയേ, മാംസത്തിന്റെ മാംസമേ എന്ന് വിളിച്ചതാണ് അല്ലേ? ഇപ്പോഴോ നീ കൊണ്ടുവന്ന് തന്ന ആ ഭൂതം എന്നാണ്. എങ്ങനെയാ സ്നേഹം തകർന്നു പോകുന്നു, ബന്ധങ്ങളില്ലാതാവും. പാപത്തിന്റെ മൂന്നാമത്തെ ദുരന്തം അതാണ് പ്രിയപ്പെട്ടവരെ. പാപം എല്ലാ സ്നേഹബന്ധങ്ങളെയും തകർത്ത് കളയും.
ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളെയും പാപം തകർക്കും. ദമ്പതി ധ്യാനത്തിന് വന്ന ദമ്പതികള് ഭാര്യ ഭർത്താവിനെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛാ, കല്യാണം കഴിഞ്ഞ നാളുകളിൽ ചേട്ടായി എന്നെ മോളേന്ന് വിളിക്കുള്ളായിരുന്നു. ഓ, ഇപ്പോഴും മോളേന്നാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു 3-4 അബ്ജക്റ്റീവ് കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഈ സ്നേഹം മങ്ങിപ്പോയി, ബന്ധങ്ങൾ എങ്ങനെ തകരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ആത്യന്തികമായ ഉത്തരം ഇതാണ്: ഏതൊരു ദാമ്പത്യത്തിൽ പാപം കടന്നുകൂടിയോ ആ ബന്ധങ്ങൾ തകരാറിലാവുന്നു എന്ന്. ദാമ്പത്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും പാപം ബന്ധങ്ങളെ തകർത്ത് കളയും. വളരെ നല്ല സുഹൃത്തുക്കളായി ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്. പക്ഷേ പെട്ടെന്ന് ബന്ധങ്ങൾ മുറിഞ്ഞു പോകും, അകന്നു പോകും, ശത്രുക്കളായി. ചിലപ്പോൾ ദ്രവ്യാഗ്രഹമാകാം, അശുദ്ധിയാകാം, ഏതുമാകാം. പാപം എല്ലാ ബന്ധങ്ങളെയും തകർത്ത് കളയുന്നു. പാപത്തിലൂടെ ഒരു ബന്ധവും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന സത്യവും, പാപത്തിലൂടെ ഒരു ബന്ധവും ശാശ്വതമായി നിലനിൽക്കില്ല. പാപം ചെയ്യുന്ന വ്യക്തികളുടെ ബന്ധങ്ങൾ തകരാറിലാകുന്നു എന്നത് പരമാർത്ഥമായ സത്യം. അതാണ് പാപത്തിന്റെ 3ാമത്തെ ദുരന്തം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാകട്ടെ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാകട്ടെ, അയൽക്കാരുമായി ബന്ധമാകട്ടെ, ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായുള്ള ബന്ധമാകട്ടെ, എല്ലാ ബന്ധങ്ങളെയും വിശുദ്ധീകരിക്കാൻ കഴിയുന്നത് പാപമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ജീവിക്കുന്നു. പാപം എന്നിൽ നിന്ന് ഞാൻ ദൂരെ അകറ്റുമ്പോൾ, എന്നിൽ നിന്ന് പാപത്തെ ഞാൻ വിടുവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ബന്ധങ്ങൾ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകും. എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഈ ബന്ധങ്ങളുടെ തകരാറ് അനുഭവപ്പെടുന്ന വ്യക്തികളുണ്ടാവും. അവരെന്ത് ചെയ്താലും ശരിയാകും. ജീവിത പങ്കാളിയോടാകാം, മക്കളോടുള്ള ബന്ധത്തിലാകാം, സഹപ്രവർത്തകരോടുള്ള ബന്ധത്തിലാകാം. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോയി നല്ലൊരു കുമ്പസാരം കഴിച്ച് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചു തുടങ്ങുക. ബന്ധങ്ങൾ ശരിയായ ദിശയിലേക്ക്. ബന്ധങ്ങൾ തകരുന്നതിന്റെ പിന്നിലെ കാരണം ആരാണ്? പാപം. പിശാച് കലഹപ്രിയന്, അല്ലേ? കലഹപ്രിയന പിശാച്. അതുകൊണ്ട് പാപത്തിലൂടെ പിശാചിന് ഇടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിശാച് കലഹപ്രിയത കാണിക്കും. പഴയ കുർബാനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, പുതിയ കുർബാനയിലും ഉണ്ടത്. ഒച്ച ചെല്ലാത്തത് അച്ഛന്മാര്. കലഹപ്രിയരായ ജനങ്ങളെ ചിതറിക്കണമേ എന്നൊരു പ്രാർത്ഥന ബൈബിൾ ഈ കുർബാന പുസ്തകത്തിലുണ്ട്, സുറിയാനി കുർബാന. ഇപ്പൊ അച്ഛന്മാരാരും അത് മനസ്സുറച്ച് ഒച്ചയിൽ ചെല്ലുന്നില്ല. ചൊല്ലിയാലുള്ള കുഴപ്പമെന്നാന്ന് ചോദിച്ചാല് വിശ്വാസികൾ ചെതറിത്തെറിച്ച് ഓടും. കമ്മ്യൂണിന് ആരും കാണിയല്ല എന്നതുകൊണ്ടായിരിക്കാം അച്ഛന്മാർ പയ്യെ ചെല്ലിയാൽ മതി എന്ന് ഇപ്പം പറഞ്ഞു. കലഹപ്രിയരെ ചിതറിക്കണം. കലഹം അതാരുടെ സ്വഭാവമാണ്? വിശാലിന്റെ. പ്രിയപ്പെട്ടവരെ, എവിടെ ഈ കലഹം, അസ്വസ്ഥത, ഭിന്നത അനുഭവപ്പെടുന്നുവോ അവിടെ പൈശാചികതയുടെ സ്വാധീനം. അവസാനമായി പാപത്തെ കുറിച്ചുള്ള വിചിന്തനത്തില് പാപത്തിന്റെ അവസാനത്തെ ദുരന്ത ഫലം എന്ത് എന്ന് ചോദിച്ചാൽ, ആദത്തോട് ദൈവം പറഞ്ഞു, ആദമേ, നീ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് വിളവ് തരില്ല. പാപം ചെയ്തതിന്റെ ദുരന്തം. ആദമേ, നീ പാപം ചെയ്തതിനാൽ കൃഷിഭൂമി നിനക്ക് വിളവ് തരില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളിൽ പാപം ശക്തമാകുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാഴായി. എത്ര കഷ്ടപ്പെട്ട്
ഡബിൾ ഡ്യൂട്ടി ചെയ്ത് സമ്പാദിച്ചാലും ശരി, 1 രൂപയും മിച്ചമില്ലാത്ത വിധത്തിലെല്ലാം പാഴായിപ്പോകും. രോഗങ്ങൾ സർവ്വതും നശിപ്പിച്ചു. കൃഷിഭൂമി വിളവ് തരികയില്ല എന്ന് ദൈവം ആദത്തോട് പറയും, നീ പാപം ചെയ്തതിനാൽ നിന്റെ അധ്വാനമെല്ലാം പാഴായി പോകുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം എന്താ? പാപം മനുഷ്യന്റെ ഭൗതികമായ ഐശ്വര്യങ്ങൾ, നന്മ, സാമ്പത്തിക സ്ഥിതിയെ പോലും ദോഷകരമായി ബാധിക്കുന്നു എന്ന സത്യവും അധ്വാനിക്കാഞ്ഞിട്ടല്ല. സങ്കീർത്തകനത് വ്യക്തമായ ഭാഷ പറഞ്ഞു വെച്ചു. ആഹാരത്തിന് വേണ്ടി ഒരുവൻ പണിപ്പെടുമ്പോൾ നേരത്തെ ഉണരുന്നത് കൊണ്ടോ താമസിച്ചുറങ്ങുന്നത് കൊണ്ടോ മാത്രം ഫലമില്ല. കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലം. ഇല്ലേ? കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലം. 127-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഭവനം പണിയുന്നുണ്ടോ? കർത്താവിനോട് ചേർന്നല്ലാത്ത എല്ലാ അധ്വാനങ്ങളും പാഴായ അധ്വാനങ്ങൾ. ചിലര് എന്ത് ചെയ്താലും ഗതിപിടിക്കാത്ത അവസ്ഥ. ഒരു ബിസിനസ് തുടങ്ങി, അത് പൊളിക്കും. അടുത്തതിന് പോയി, അത് അതിനേക്കാളും പൊളിക്കും. 3-ാമത് ഒരെണ്ണത്തിന് പോയി, അത് തുടങ്ങുന്നതിന് മുമ്പേ കത്തിപ്പോകും. ഒരിക്കലും ഒന്നും ശരിയായി. ആളുകൾ ഇതെന്നെ ആയിരിക്കും വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ എന്താണ് അടിസ്ഥാന കാരണം എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി പാപാവസ്ഥയിലായിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭൗതിക മേഖലകൾ പോലും കൃപ നഷ്ടപ്പെട്ട അവസ്ഥയിലാവുന്നു. അതുകൊണ്ട് നിങ്ങൾ അധ്വാനങ്ങൾ ഫലവത്താകണമെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൃപയിൽ വളരണമെങ്കിൽ, മാതാപിതാക്കളെ അതിനാദ്യം വേണ്ടത് നിങ്ങൾ വരപ്രസാദത്തിലായിരിക്കുക എന്ന്. നിങ്ങൾ വരപ്രസാദത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ അധ്വാന ഫലങ്ങൾ അനുഗ്രഹീതമായി. നാളെ നമ്മൾ കുടുംബജീവിതത്തെ കുറിച്ചാണ് വിശദമായി ധ്യാനിക്കുക. ഈ കുടുംബം ദൈവം തന്ന ഏറ്റവും വലിയ കൃപയും അനുഗ്രഹവുമായി മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, പല അധ്വാനങ്ങളും പാഴായി പോകുന്നതിന്റെ കാരണം നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയാകാതെ വരുമ്പോൾ, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയാതെ പോകുമ്പോൾ, പലപ്പോഴും നമ്മളിൽ നിന്ന് അനാവശ്യമായ ഒരുപാട് സമ്പത്ത് ദുർവ്യയം ചെയ്യേണ്ടി വരുമ്പോൾ, വലിയ പ്രതിഫലത്തോ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടതാകാം, അല്ലെങ്കിൽ പണം മുടക്കിയതാകാം, അത് പകരാറില്ല. വളരെ കഷ്ടപ്പെട്ട് നാട്ടിലൊരു പറമ്പ് മേടിച്ചത് അത് കേസിൽ കുടുക്കി. എന്തേ ഇങ്ങനെയുള്ള തിരിച്ചടികൾ, സാമ്പത്തിക തകർച്ചകൾ എന്ന് ചോദിക്കുമ്പോഴും ബൈബിൾ അതിന്റെ ഉത്തരം പറയുന്നു. ആദമേ, നീ പാപം ചെയ്താൽ നിന്റെ കൃഷിഭൂമി നിനക്ക് വിളവ് തരാത്ത അവസ്ഥയുണ്ട്. പാപാവസ്ഥയിൽ പ്രപഞ്ചം തന്നെ നമുക്കെതിരാകുന്നു. Sin has got a cosmic dimension. പാപത്തിന് ഒരു പ്രാപഞ്ചിക മാനമുണ്ട്. ഈ പ്രകൃതി തന്നെ നമുക്കെതിരാകുന്നു എന്ന വലിയ സത്യം പ്രിയപ്പെട്ടവരോട്. അവിടെ പാപത്തിന്റെ 4 ദുരന്ത ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. പാപം നമ്മെ പിശാചിന്റെ അടിമയാക്കുന്നു. ദൈവത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, സഭയിൽ നിന്ന് നമ്മളെ അകറ്റുന്നു. 3, പാപം നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്നു, നിർവീര്യമാക്കി കളയുന്നു. എല്ലാ ബന്ധങ്ങളെയും പാപം അസ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. ജീവിത പങ്കാളിയോടാകട്ടെ, മക്കളോടാകട്ടെ, സഹപ്രവർത്തകരോടുള്ള ബന്ധമാകട്ടെ, സഭയോടുള്ള ബന്ധമാകട്ടെ, പാപം തകരാറിലാണ്. 4, പാപം നമ്മുടെ എല്ലാവിധ ഭൗതിക നന്മകളെയും തകരാറിലാണ്.
നമ്മുടെ പ്രവർത്തനങ്ങൾ പാഴാക്കി കളയാൻ പാപം ഇടവരുത്തുന്നു എന്ന പരമാർത്ഥം പ്രിയപ്പെട്ട വിശ്വാസികളെ ഓർക്കും. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഉടനെ 12 മണിക്ക് മുൻപ് 12 മണിയോടെ നമ്മൾ ഇവിടെ ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളതിനാൽ നമുക്ക് കുറച്ച് സമയമേ വചന പ്രഘോഷണത്തിനുള്ളൂ. തുടർന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാനയാണ് ഈ ധ്യാനങ്ങളുടെ ഏറ്റവും ഹൃദയഭാഗം. നാം കേട്ട വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ഈശോ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരികയും ചെയ്യുന്ന വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. എല്ലാവരും ഹൃദയങ്ങൾ ശാന്തമാക്കി, മനസ്സും ഹൃദയവും ഏകാഗ്രമാക്കി ഈശോയിലേക്ക് ഹൃദയം സമർപ്പിച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോയെ, പാപത്തിന്റെ ഭയാനകമായ ദുരന്ത ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അപകടം വരുത്താതിരിക്കുവാൻ അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. രക്ഷാകരമായ ബലി ഇന്ന് വിശുദ്ധ അൾത്താരയിൽ ഞങ്ങൾ ആവർത്തിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മയുടെ ശക്തികളെ, പൈശാചിക ബന്ധനങ്ങളെ എന്നേക്കുമായി അവിടുന്ന് പരാജയപ്പെടുത്തണമേ. ഞങ്ങളോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ, ഞങ്ങളുടെ കൃഷിഭൂമികളോ, ഞങ്ങളുടെ അധ്വാന മേഖലകളോ, ആദായ മാർഗങ്ങളോ, ഞങ്ങളുടെ ആയുസ്സോ ആരോഗ്യമോ ഇനിമേൽ സാത്താന്റെ നിയന്ത്രണത്തിലാകാതിരിക്കുവാൻ പരിശുദ്ധ കുർബാനയിലെ ഈശോയെ അവിടുത്തെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.